127 കുടുംബങ്ങളുടെ ഒത്തൊരുമയുടെ ഭാഗമായി രൂപം കൊണ്ട ചോര തൂമ്പാക്കടവ് റെസിഡൻസ് അസോസിയേഷന്റെ 1ാം വാർഷികത്തിനാണ് നമ്മളെല്ലാവരും എത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ നമ്മുടെ വാർഷികാഘോഷ പരിപാടികളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പൊതുസമ്മേളനത്തോടുകൂടി നമുക്ക് വാർഷികാഘോഷ പരിപാടികൾ ആരംഭിക്കാം. ആദ്യമേ തന്നെ വിശിഷ്ടാതിഥികളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സമ്മേളനത്തിന്റെ അധ്യക്ഷനും അസോസിയേഷൻ പ്രസിഡന്റുമായ ശ്രീ ഷക്കീർ തെക്കേക്കുടി, ശ്രീമൂലനഗരം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ VM ശംസുദ്ദീൻ, അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ശ്രീ ഡേവിസ് ഇട്ടീര, സെക്രട്ടറി ഇൻചാർജ് ശ്രീ ബാബു ആനാട്ടിൽ, ട്രഷറർ ശ്രീ ബിനു ജോസ്, എഡ്രാക് ശ്രീമൂലനഗരം മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ VS ഉബൈദുള്ള, എഡ്രാക് ശ്രീമൂലനഗരം മേഖലാ സെക്രട്ടറി ശ്രീ PS വിനയൻ, CTRA വനിതാ വിംഗ് പ്രസിഡന്റ് ശ്രീമതി രതി അശോക് കുമാർ, എഡ്രാക് ശ്രീമൂലനഗരം ട്രഷറർ ശ്രീ ഫോളി PT, വനിതാ വിംഗ് സെക്രട്ടറി ശ്രീമതി ലിജി സുരേഷ്, CTRA സെക്രട്ടറി ശ്രീ സുകുമാരൻ വാഴിക്കുന്ന്. എല്ലാവരെയും വേദിയിലോട്ട് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ആഘോഷ പരിപാടികളുടെ ദൈവാനുഗ്രഹത്തോടെ നമുക്ക് ആരംഭിക്കാം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഈശ്വര പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. ഈശ്വര പ്രാർത്ഥനയ്ക്കായി കുമാരി മെൽക ജോസിനെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ അസോസിയേഷൻ രൂപീകരിച്ചതിന് ശേഷം നമ്മുടെ ഇടയിൽ നിന്നും വേർപിരിഞ്ഞു പോയവരെ നമുക്ക് അനുസ്മരിക്കാം ഒരു നിമിഷം. നമ്മിൽ നിന്നും വേർപിരിഞ്ഞു പോയവരുടെ പേരുകൾ: ഹലീമ മങ്ങാട്ടുകര, ദേവകി കരപ്പൻ, തങ്കമ്മ ആനാട്ടിൽ, ശശിധരൻ ആനാട്ടിൽ, ജീസസ് കൊരട്ടിക്കുന്നേൽ, മത്തായി ചെറുതിരുട്ടി, അബ്ദുള്ള മാടവന. നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിന്ന് അവരെ അനുസ്മരിക്കാം. ആദ്യമായി സ്വാഗതം അർപ്പിച്ച് സംസാരിക്കാനായി നമ്മുടെ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ശ്രീ ഡേവിസ് ഇട്ടിരയെ സ്വാഗതം ചെയ്യുന്നു. റെസിഡൻസ് അസോസിയേഷന്റെ 1ാമത്തെ വാർഷികത്തിലേക്കായിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട അംഗങ്ങളെ, അവരുടെ കുടുംബാംഗങ്ങളെ, നിങ്ങളെ ഹാർദവമായി ഞാൻ ഈ വേദിയിലേക്ക്, ഈ ഹോളിലേക്ക് സ്വാഗതം ചെയ്യാണ്. നിങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ അസോസിയേഷൻ്റെ, ഈ സംഘടനയുടെ ജീവാത്മാവും പരമാത്മാവും. നിങ്ങളില്ലെങ്കിൽ ഇന്ന് ഈ വേദിയിൽ ഇന്നൊരു വേദി തന്നെ ഉണ്ടാവുകയില്ല. അപ്പോൾ ഞാൻ പതിന് വിരുദ്ധമായിട്ട് ഈ അസോസിയേഷൻ്റെ എല്ലാ അംഗങ്ങളെയും, മര്യ പറഞ്ഞതുപോലെ 127 വീട്ടുകാർ ഈ പരിധിക്കുള്ളിലുണ്ട്. അവരെല്ലാവരെയും ആത്മാർത്ഥതയോടും സ്നേഹത്തോടും കൂടി ഞാൻ ആദ്യമായിട്ട് അവരെ സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ വയസ്സിൽ കിട്ടുന്നില്ല. പിന്നെ എൻ്റെ കടമ വേദിയിലിരിക്കുന്നവരാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് അവരുകൾ ഈ സമയത്ത്, കാലാവസ്ഥ മോശമായ സമയത്ത് കൂടി നമ്മളോട് ആയിരിക്കാനായിട്ട്, നമ്മളോട് ഈ അസോസിയേഷൻ്റെ പ്രവർത്തനത്തെ പറ്റി സംസാരിക്കാനായിട്ട് ഇവിടെ വന്നിരിക്കുന്ന അദ്ദേഹത്തെ ഞാൻ സ്നേഹത്തോടു കൂടി, ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മുടെ മറ്റൊരു വിശിഷ്ടാതിഥിയാണ് ഉബൈദ്. അദ്ദേഹം അടുത്ത അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ്, എഡ്രാക്കിൻ്റെ പ്രതിനിധിയാണ്.
അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മുടെ അസോസിയേഷൻ്റെ വിനയം എല്ലാവർക്കും അറിയാം. ആ മഹൽ വ്യക്തിയെയും ഞാൻ ഈ അസോസിയേഷൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ വേദിയിലിരിക്കുന്ന മറ്റെല്ലാവരെയും ഒറ്റ വാക്കിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ പറയാൻ ഏറ്റവും കൂടുതൽ വാത്സല്യത്തോടു കൂടി സ്വാഗതം ചെയ്യേണ്ടത് ഉന്നത വിജയം കരസ്ഥമാക്കിയ നമ്മുടെ കൊച്ചു മക്കൾ. അവർ സമ്മാന അർഹരാണ്. അവർ സമ്മാനത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ക്ഷണിക്കുകയും സ്നേഹപൂർവ്വം ആ സമ്മാനം ഏറ്റുവാങ്ങാനായിട്ട് ഇവിടെ ആയിരിക്കുകയും ചെയ്യുന്ന ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇവിടെ നമ്മളെ സഹായിക്കാനായിട്ട് ധാരാളം പേര് പുറത്തുണ്ട്. ഭക്ഷണം പാകം ചെയ്യാൻ, ലൈറ്റ് ആൻഡ് സൗണ്ട്, പിന്നെ ഹോള് എല്ലാം അറേഞ്ച് ചെയ്യാൻ. പ്രത്യേകിച്ച് സൂപ്പറൻ ഞാൻ മനസ്സിൽ വിചാരിക്കുകയാണ്. ഇന്നലെ മുതൽ മിഞ്ഞാന്ന് മുതൽ സൂപ്പറൻ നമ്മുടെ കൂടെയുണ്ട്. അതുകൂടാതെ തന്നെ ലൈറ്റ് ആൻഡ് സൗണ്ട്, മറ്റ് അനുബന്ധ കാര്യങ്ങൾ നമ്മളെ സഹായിക്കാനായിട്ട് ഇവിടെ ആഗതമായിരിക്കുന്ന ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ഈ ഒരു വർഷകാലത്തെ റിപ്പോർട്ട് അവതരിക്കുന്നതായി സെക്രട്ടറി ഇൻചാർജ് ശ്രീ ബാബു ആനാക്കലിനെ സ്വാഗതം ചെയ്യുന്നു. തൂമ്പാക്കട ഭാഗത്തുള്ള വീടുകൾ ഉൾപ്പെടുത്തി ഒരു റെസിഡൻസ് അസോസിയേഷൻ രൂപീകരിക്കുന്നതിന് വേണ്ടി 28/4/2024 ഏപ്രിൽ ഞായറാഴ്ച 3:30 PM ബഹുമാനപ്പെട്ട ശ്രീമൂലനഗരം പഞ്ചായത്ത് പ്രസിഡന്റ് അവരുടെ തൂമ്പാക്കടയിലുള്ള കെട്ടിടത്തിൽ വെച്ച് കൂടിയ പൊതുയോഗത്തിൽ ശ്രീ VM ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ 60ഓളം വീട്ടുകാർ പങ്കെടുക്കുകയും അതിൽ നിന്ന് ഒരു കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. രൂപീകരണ സമയത്ത് ഏകദേശം 115 വീടുകളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 127 വീടുകൾ ആയിട്ടാണ് ഉള്ളത്. ഈ ഭാഗത്തുള്ള എല്ലാവരും ഇതിൽ അംഗങ്ങളായിട്ടുണ്ട്. കമ്മിറ്റിയുടെ ഭാരവാഹികളായി പ്രസിഡന്റ് ഷുക്കീർ തെക്കേക്കുടിയും വൈസ് പ്രസിഡന്റായി ശ്രീ ദേവി സിറ്റയിലെയും സെക്രട്ടറിയായി ശ്രീ സുകുമാരൻ മഴക്കുന്നിൻ്റെയും ജോയിന്റ് സെക്രട്ടറിയായി ബാബു ആനാട്ടിനെയും ട്രഷററായി ബിനു ജോസിനെയും കമ്മിറ്റി മെമ്പർമാരായി സാജു കല്ലറയ്ക്കൽ, PT പോളി, ഉമ്മ വലവക്കുടി, CV ജോളി ചെറുതുരുത്തി, സാബു മത്തായി, മണിക്കുട്ടൻ, ജോഷി ജോസഫ്, ഉഷ സുകുമാരൻ, രതി അശോകൻ എന്നിവരെയും രക്ഷാധികാരികളായി ശ്രീ VM ഷംസുദ്ദീൻ, അഡ്വക്കേറ്റ് അനിൽ പാപ്പച്ചൻ എന്നിവരെയും തിരഞ്ഞെടുത്തു. ഈ റെസിഡന്റ് അസോസിയേഷൻ്റെ ഏരിയ പടിഞ്ഞാറ് വശം സീപോർട്ട് എയർപോർട്ട് ജംഗ്ഷൻ മുതൽ കിഴക്ക് പ്രിയദർശിനി റോഡ് വരെ മുഴുവൻ വീടുകളും ഉൾപ്പെടുത്തി. ഇതിന് ചൊവ്വര തൂമ്പാക്കടവ് റെസിഡൻസ് അസോസിയേഷൻ CTRA എന്ന് പേരിടാനും തീരുമാനിച്ചു. പ്രവർത്തന ഫണ്ടിലേക്കായി വാർഷിക വരിസംഖ്യ 300 രൂപ വെച്ച് തീരുമാനിച്ചു. മറ്റ് സമീപ അസോസിയേഷനുകളിൽ 300+100 അഡ്മിഷൻ ഫീസ് ഉൾപ്പെടെയാണെങ്കിലും നമ്മളത് 300 രൂപയിൽ തീരുമാനിച്ചു. തുടർ പ്രവർത്തനങ്ങൾ എട്രാക്റ്റിൽ രജിസ്ട്രേഷൻ, റെസീറ്റ് ബുക്ക്, ലെറ്റർ ഹെഡ് അടിക്കൽ, വൗച്ചർ, മെമ്പർഷിപ്പ് ആപ്ലിക്കേഷൻ, രജിസ്റ്ററുകൾ എന്നിവ ഉണ്ടാക്കുകയും കൂടാതെ സീലുകൾ ഉണ്ടാക്കുകയും ചെയ്തു. എട്രാക്കിൽ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് ചില തടസ്സങ്ങൾ ഉണ്ടാകുകയും തന്മൂലം 3 മാസം വൈകുകയും രജിസ്ട്രേഷൻ ചെയ്യാൻ 3 മാസം വൈകി. രജിസ്ട്രേഷൻ കിട്ടിയതിന് ശേഷം മേഖലാ കമ്മിറ്റി കൗൺസിൽ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ എന്നിവരെ ഉൾപ്പെടുത്തുകയും മേഖലാ കമ്മിറ്റിയിൽ നമ്മളുടെ അംഗമായി ശ്രീ PT പോളിയെയും തീരുമാനിച്ചു. അവർ മേഖലാ കമ്മിറ്റിയുടെ ട്രഷറായി അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. രജിസ്ട്രേഷൻ കിട്ടിയതിന് ശേഷം ചൊവ്വര ഫെഡറൽ ബാങ്കിൽ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ എന്നിവ ചേർന്ന് ഒരു കറണ്ട് അക്കൗണ്ട് എടുക്കുകയും ചെയ്തു. ഒരു ബൈലോ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ അംഗങ്ങളെയും ഉൾപ്പെടുത്തി അസോസിയേഷൻ്റെ വിവരങ്ങൾ ധരിപ്പിക്കുന്നതിന് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. CTRയുടെ ഒരു ലോഗോ ഉണ്ടാക്കിയിട്ടുണ്ട്. മെമ്പർഷിപ്പ് ഫോം എല്ലാ അംഗങ്ങൾക്കും നൽകിയെങ്കിലും ഇനിയും കുറേ മെമ്പർമാർ തരാനുണ്ട്. കമ്മിറ്റിയുടെ പ്രവർത്തന സൗകര്യത്തിനായി 10 വീടുകളുടെ ചുമതല ഒരു കമ്മിറ്റി മെമ്പർക്ക് എന്ന രീതിയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അസോസിയേഷൻ്റെ ഉദ്ഘാടനവും SSLC, +2, ഫുൾ A+ കിട്ടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും കഴിഞ്ഞ വർഷം 26/5/2024 ഞായർ 5 PM നടത്തുകയും ഉദ്ഘാടകനായി തീരുമാനിച്ച MLAക്ക് ചില അസൗകര്യങ്ങൾ ഉണ്ടായതിനാൽ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു.
ഉദ്ഘാടന പൊതുയോഗം അധിക ചിലവുകൾ വരാത്ത രീതിയിൽ നടത്തുന്നതിന് സാധിച്ചു. ഉദ്ഘാടന സമയത്ത് ചായയും സ്നാക്സും ശ്രീ VM ഷംസുദ്ദീൻ സ്പോൺസർ ചെയ്തു. ഉദ്ഘാടന പരിപാടിക്ക് മുന്നോടിയായി ശ്രീമൂല നഗരം YSK കുട്ടികളുടെ പരിപാടി കമ്മിറ്റി മെമ്പർമാരായ ശ്രീ സാബു മത്തായി, ബിനു ജോസ് എന്നിവർ സ്പോൺസർ ചെയ്തു. 3 വിദ്യാർത്ഥികൾക്ക് നമ്മൾ മൊമെൻ്റോ കൊടുത്തു. ഏകദേശം 3000 രൂപയിൽ താഴെ ചിലവ് കുറച്ച് നടത്താൻ കമ്മിറ്റിക്ക് സാധിച്ചു. 9/6/24 കൂടിയ കമ്മിറ്റി 2 പേരെ പുതിയതായി കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി, ശ്രീമതി രതി അശോകനെയും ശ്രീ ജോഷി ജോസഫിനെയും. അന്നത്തെ കമ്മിറ്റിയിൽ അസോസിയേഷൻ എങ്ങനെ സാമ്പത്തിക വരുമാനം ഉണ്ടാക്കാം എന്ന ചർച്ചയിൽ 25,000 രൂപയുടെ 2 മ്യൂച്വൽ ബെനിഫിറ്റ് ഫണ്ട് തുടങ്ങാൻ തീരുമാനിച്ചു. ആദ്യ നറുക്കെടുപ്പിന് 50,000 രൂപ ചൊവ്വര ഫെഡറൽ ബാങ്കിൽ FD ഇടുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ചേർന്നവർ നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. 5/8/2024 കൂടിയ കമ്മിറ്റിയിൽ എട്രാക്ക് ശ്രീമൂലാരം മേള കമ്മിറ്റിയുടെ ആവശ്യപ്രകാരം വയനാട് ദുരിതബാധിതർക്ക് നമ്മുടെ വകയായ സാമ്പത്തിക സഹായം 2,950 രൂപ മേള കമ്മിറ്റിക്ക് നൽകി. 5/8/24 കൂടിയ കമ്മിറ്റിയിൽ പെരുമ്പാവൂർ സോപ്മ ഫ്രീ ആയി വിതരണം ചെയ്ത മരവേപ്പിൻ തൈകൾ അസോസിയേഷന്റെ സാമ്പത്തിക ചെലവില്ലാത്ത രീതിയിൽ CTR അംഗങ്ങൾക്കും സമീപത്തെ റെസിഡന്റ് അസോസിയേഷൻ അംഗങ്ങൾക്കും നമ്മൾ നൽകി. ഇതിന്റെ ചെലവുകൾ ജോയിന്റ് സെക്രട്ടറി സ്പോൺസർ ചെയ്തു. സീപോർട്ട് പാലം ക്ലീൻ ചെയ്യുന്നതിനും തൂമ്പാക്കട ഭാഗത്ത് കല്ലറയ്ക്കൽ ജോസിന്റെ ഭാഗത്തും റോഡിലേക്ക് ഇറങ്ങിക്കിടന്ന കാടുകൾ കാൽനട യാത്രക്കാർക്ക് ബുദ്ധിമുട്ടായിരുന്നത് നമ്മൾ വെട്ടിമാറ്റി. കൂടാതെ സീപോർട്ട് പാലത്തിന് സമീപം പാൻപരാഗ് കച്ചവടം നടത്തിയ ബംഗാളിയെ 2 ദിവസം ശ്രീ ചെസ്സിനൂരിൽ സൗഹൃദ റെസിഡന്റ് അസോസിയേഷൻ സെക്രട്ടറി ജയകുമാർ, CTRA ജോയിന്റ് സെക്രട്ടറി എന്നിവർ ചേർന്ന് കച്ചവടം നിർത്തിച്ചു. 11/8/24 കൂടിയ കമ്മിറ്റി ആഗസ്റ്റ് 5-ന് തൂമ്പാക്കടവിൽ ദേശീയ പതാക ഉയർത്തുകയും കുട്ടികൾക്ക് മിഠായി വിതരണം നടത്തുകയും ചെയ്തു. വയനാട് ദുരന്തം ഉണ്ടായതിനാൽ നമ്മൾ തീരുമാനിച്ച പായസ വിതരണം വേണ്ടെന്ന് വെച്ചു. സീപോർട്ട് റോഡിന്റെ 2 സൈഡിലും പരസ്യത്തിന് വെച്ചിരുന്ന സെപ്റ്റിക് ടാങ്കുകൾ കാൽനട യാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും കാഴ്ച മറക്കുന്ന രീതിയിൽ ആയതിനാൽ നമ്മൾ ഇടപെട്ട് അവിടെ നിന്നും മാറ്റിച്ചു. സീപോർട്ടിലേക്ക് തിരിയുന്ന വളവ് മുതൽ നമ്മുടെ അംഗമായ ശ്രീ ഇജാസ് ബാബുവിൻ്റെ സ്ഥലത്ത് റോഡിനോട് ചേർന്നിട്ടിരുന്ന കരിങ്കല്ലുകൾ കാൽനട യാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ബുദ്ധിമുട്ടായതിനാൽ നമ്മളും എഡ്രാക് മേഖലാ സെക്രട്ടറിയും സംസാരിച്ചെങ്കിലും ഇപ്പോഴും പകുതി ഭാഗം മാത്രം മാറ്റിയിട്ടിട്ടുണ്ട്. കൂടാതെ ഒരു മെഡിക്കൽ ക്യാമ്പ് മുത്തൂറ്റ് സ്നേഹാശ്രയും ആയി 9/11/24 നമ്മൾ നടത്തുകയും ജീവിതശൈലി രോഗങ്ങൾ, തൈറോയിഡ് എന്നിവ ടെസ്റ്റ് ചെയ്യുകയും ഏകദേശം 100ഓളം അംഗങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം കിട്ടുകയും ചെയ്തു. കൂടാതെ PW റോഡിൻ്റെ പഞ്ചായത്ത് റോഡിൻ്റെ ഇരുവശവും നടക്കാൻ സാധിക്കാത്തതിനാൽ പുല്ല് കയറി കിടന്നത് നമ്മുടെ ചിലവിൽ ആളെ നിർത്തി വെട്ടിമാറ്റി. കൂടാതെ ശ്രീമൂലാരം മേള കമ്മിറ്റിയുടെ ആവശ്യപ്രകാരം CTRയിൽ ഒരു വനിതാ വിംഗ് രൂപീകരണം എന്ന ആവശ്യത്തിൽ ഒരു വനിതാ കമ്മിറ്റി രൂപീകരിക്കുകയും അതിൻ്റെ പ്രസിഡന്റായി ശ്രീമതി രതി അശോകനെയും സെക്രട്ടറിയായി DT സുരേഷിനെയും ഒരു 7-അംഗ കമ്മിറ്റിയും രൂപീകരിച്ച് പ്രവർത്തിക്കുന്നു. അതിനുശേഷം നടത്തിയ മെഡിക്കൽ ക്യാമ്പുകളിൽ അവർ നല്ല രീതിയിൽ പ്രവർത്തനം നടത്തി. 8/12/24 രാജഗിരി ഹോസ്പിറ്റലുമായി ചേർന്ന് നടത്തിയ മെഡിക്കൽ ക്യാമ്പിൽ ജനറൽ മെഡിസിൻ, ഓർത്തോ, കണ്ണ് പരിശോധനകളും ചെറിയ രീതിയിൽ ഫാർമസി സേവനങ്ങളും ഉണ്ടായിരുന്നു. ഒക്ടോബർ മാസം മുതൽ സെക്രട്ടറി ശ്രീ സുകുമാരൻ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതിനാൽ അടുത്ത ജൂൺ മാസം വരെ സെക്രട്ടറിയുടെ ചാർജ് ബാബു ആനാട്ടിലിനെ ഏൽപ്പിച്ചു. ഏപ്രിൽ മാസം കൂടിയ കമ്മിറ്റി വാർഷികം നടത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയും മെയ് 4/5/25 കൂടിയ കമ്മിറ്റിയിൽ വാർഷികം 31/5/24 ശനിയാഴ്ച ഭംഗിയായി നടത്തുന്നതിന് തീരുമാനിച്ചു. വാർഷിക ആഘോഷ പ്രോഗ്രാം കൺവീനറായി ലക്ഷ്മി അശോകനെയും സ്നേഹവിരുന്ന് നടത്തുന്നതിന് ചുമതല സാബു മത്തായി, ബിനു ജോസ്, സാജു കല്ലറക്കൽ എന്നിവരെയും ഏൽപ്പിച്ചു. വർഷകാലത്ത് സീപോർട്ട് എയർപോർട്ട് പാലത്തിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് CTR കമ്മിറ്റി ഇന്നലെ 30/5/25 ക്ലീൻ ചെയ്തു. ഈ കമ്മിറ്റിയുടെ 1 വർഷം സമയപരിധിയിൽ 18 എക്സിക്യൂട്ടീവ് കമ്മിറ്റികൾ കൂടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പ്രവർത്തന റിപ്പോർട്ട്. പിന്നെ വേറെ ചില കാര്യങ്ങൾ ഇതിനകത്ത് എഴുതിയിട്ടില്ല. നമ്മുടെ റോഡിൻ്റെ സൈഡ് നടക്കാൻ പറ്റാത്ത രീതിയിൽ ബുദ്ധിമുട്ടായി കിടക്കുന്നത് ഞങ്ങളത് മെമ്പറിൻ്റെ ശരിയാക്കി വിനയനുമായിട്ട് അവിടെ പോയി കൊണ്ടുപോയി കൊടുത്തു. നമുക്ക് സ്ലാബൊക്കെ ഇട്ട് തരാമെന്ന് പറഞ്ഞെങ്കിലും അതിൽ യാതൊരു നടപടിയും ഉണ്ടായിരുന്നു. അതിൽ MLA
MP ചെയ്ത് അതിനകത്ത് ഇടപെടാതെ ആ കാര്യങ്ങൾ ശരിയാവുമെന്ന് ഞങ്ങൾക്ക് യാതൊരു വിശ്വാസമില്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ അതിനുള്ള സ്വാധീനം ചെലുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്തതായി കണക്കവതരണത്തിനായി അസോസിയേഷൻ ട്രഷറർ ശ്രീ ബിനു ജോസിനെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ശ്രീമൂലനഗരം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ VM ഷംസുദ്ദീൻ, ആദരണീയരായ ചുവര തൂമ്പാക്കടവ് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ ഷക്കീർ തെക്കേക്കുടി, സെക്രട്ടറി ശ്രീ VK സുകുമാരൻ, സെക്രട്ടറി ഇൻചാർജ് ശ്രീ ബാബു ആനണ്ടിൽ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ മറ്റ് മഹത് വ്യക്തികളെ, റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളെ, നല്ലതായ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ചുവര തൂമ്പാക്കടവ് റെസിഡൻസ് അസോസിയേഷൻ്റെ വരവ് ചിലവ് കണക്കുകൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. 2025 മെയ് 23-ാം തീയതി വരെയുള്ള വരവ് ചിലവ് കണക്കുകളാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. 2024 വർഷത്തിൽ വാർഷിക പരിസംഖ്യയായി 126 വീടുകളിൽ നിന്നും 300 രൂപ വെച്ച് 37,800 രൂപ നമുക്ക് കിട്ടി. 2025 വർഷത്തിൽ വാർഷിക പരിസംഖ്യയായി മെയ് മാസം 23-ാം തീയതി വരെ 114 വീടുകളിൽ നിന്നും 300 രൂപ വീതവും ഒരു വീട്ടിൽ നിന്ന് 200 രൂപയും ചേർത്ത് 34,400 രൂപയും ലഭിച്ചു. വാർഷിക പരിസംഖ്യ ഇനത്തിൽ 2024-2025 വർഷത്തിൽ നമുക്ക് ലഭിച്ച ആകെ തുക 72,200 രൂപ. അസോസിയേഷന്റെ നടത്തിപ്പിനായി ഒരു ലഘു നിക്ഷേപ പദ്ധതി ആരംഭിക്കുകയുണ്ടായി. ഇതിൽ നിന്ന് ലഭിച്ച തുക 50,000 രൂപ. ഇന്നത്തെ വാർഷിക ആഘോഷത്തിലേക്ക് 2025 മെയ് മാസം 23-ാം തീയതി വരെ സംഭാവനയായി ലഭിച്ചത് 7,200 രൂപ. ആകെ വരവ് തുക 1,29,400 രൂപ. ചിലവ് കണക്കുകളാണ് അവതരിപ്പിക്കുന്നത്. CTRയുടെ ചിലവ് പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഐറ്റംസ് വാങ്ങിയ വകയിൽ 4,545 രൂപ. എഡ്രാഗ് രജിസ്ട്രേഷൻ ഫീസ് 400 രൂപ. ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങുന്നതിന് വേണ്ടി പാൻ കാർഡ് എടുത്ത വകയിൽ 350 രൂപ. ID കാർഡ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്ക് ഐഡന്റിറ്റി കാർഡ് വാങ്ങിയ വകയിൽ 2,000 രൂപ. ലഘു നിക്ഷേപ പദ്ധതിയുടെ ചിലവിലേക്കായി 635 രൂപ. അങ്ങനെ 7,930 രൂപ. അസോസിയേഷന്റെ ഉദ്ഘാടന ചിലവിലേക്കായി നോട്ടീസ്, DTP എന്നിവ ചിലവായത് 725 രൂപ. ഫ്ലെക്സ് ബോർഡ് പ്രിന്റിംഗ് 1,670 രൂപ. കസേര മേശ വാടക 950 രൂപ. ലൈറ്റ് ആൻഡ് സൗണ്ട് 5,250 രൂപ. കുടിവെള്ളം 200 രൂപ. ഫോട്ടോ എടുക്കുന്നതിന് 1,500 രൂപ. മൊമെന്റോ 750 രൂപ. അങ്ങനെ അസോസിയേഷൻ ഉദ്ഘാടനത്തിനുള്ള ചിലവ് 11,045 രൂപ. തൂമ്പാക്കടവ് ബസ് സ്റ്റോപ്പിൽ CTRയുടെ ബോർഡ് സ്ഥാപിച്ചതിന് 8,000 രൂപ. 2024 ഓഗസ്റ്റ് 15-ന് ദേശീയ പതാക ഉയർത്തുന്നതിനായി ചിലവായ തുക 902 രൂപ. അസോസിയേഷന്റെ നേതൃത്വത്തിൽ അസോസിയേഷന്റെ പരിധിയിലുള്ള റോഡ് സൈഡിലെ ഇരുവശങ്ങളിലെ പുല്ല് വെട്ടുന്നതിനും പാലം ക്ലീനിങ്ങിനും മറ്റും ചിലവായ തുക 4,610 രൂപ. റെസിഡൻസ് അസോസിയേഷനും എഡ്രാഗുമായി സംയുക്തമായി നടത്തിയ മെഡിക്കൽ ക്യാമ്പിന് ചിലവായ തുക 5,374 രൂപ. ചുവര തൂമ്പാക്കടവ് റെസിഡൻസ് അസോസിയേഷനും രാജഗിരി ഹോസ്പിറ്റലുമായി സംയുക്തമായി നടത്തിയ മെഡിക്കൽ ക്യാമ്പിന് ചിലവായത് 10,963 രൂപ. കത്തുകൾ അയക്കുന്നതിനായി തപാൽ ചിലവ് 70 രൂപ. റീത്ത് വാങ്ങിയ വകയിൽ 1,550 രൂപ. ഫെഡറൽ ബാങ്ക് സർവീസ് ചാർജായി ഈടാക്കിയ തുക 848 രൂപ. ആകെ ചിലവായത് 51,292 രൂപ. ആകെ വരവ് 1,29,400. ചിലവായത് 51,292. ബാലൻസ് നമ്മുടെ കയ്യിലുള്ളത് 78,108 രൂപ. ഇതിൽ 50,000 രൂപ ഫെഡറൽ ബാങ്ക് ചുവര ശാഖയിൽ 400 ദിവസ കാലയളവിൽ FD ഇട്ടിട്ടുണ്ട്. അത് സെപ്റ്റംബർ മാസം കാലാവധി പൂർത്തിയാക്കുന്നവർക്ക് നമുക്ക് പിൻവലിക്കാവുന്നതാണ്. ഇന്ന് അസോസിയേഷന് വേണ്ടി ട്രഷറർ ഞാൻ ബിനു ജോസ്. അടുത്തതായി സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാനായി അസോസിയേഷൻ പ്രസിഡന്റും ഇന്നത്തെ യോഗത്തിന്റെ അധ്യക്ഷനുമായ ശ്രീ ഷക്കീർ തെക്കേക്കുടിയെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് ഒരു കാര്യം പറയുന്നത്, നമ്മളിപ്പോൾ വായിച്ച റിപ്പോർട്ട് പാസ്സാക്കിക്കൂടെ? ആർക്കെങ്കിലും ഇതിൽ അഭിപ്രായങ്ങളുണ്ടോ?
ആർക്കെങ്കിലും എന്തെങ്കിലും കണക്കിലോ മറ്റുള്ള റിപ്പോർട്ടിലോ എന്തെങ്കിലും വ്യത്യാസങ്ങൾ പറയാനുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ റിപ്പോർട്ട് പാസ്സാക്കിയതായിട്ട് പ്രഖ്യാപിക്കും. വളരെയധികം സന്തോഷം. സ്നേഹം നിറഞ്ഞ നമ്മുടെ ചോര തൂമ്പക്കടവ് റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ, ആദ്യമായി നമ്മുടെ വാർഡ് മെമ്പറും നമ്മുടെ അസോസിയേഷൻ്റെ മുഖ്യ രക്ഷാധികാരികളൊരാളും നമുക്കെല്ലാം വേണ്ടപ്പെട്ട മിസ്റ്റർ പഞ്ചായത്ത് പ്രസിഡന്റ് മിസ്റ്റർ ഷംസുദ്ദീന് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. എന്നിരുന്നാലും വ്യക്തിപരമായി ഞാൻ അദ്ദേഹത്തെ ഒന്ന് സ്വാഗതം ചെയ്യാം. പിന്നീട് നമ്മുടെ വേദിയിലിരിക്കുന്ന എഡ്രാക്ക് ഭാരവാഹികളായ മിസ്റ്റർ വിനയൻ, സെക്രട്ടറി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഉബൈദുള്ള, ബാക്കി നമ്മുടെ എഡ്രാക്ക് ഭാരവാഹികൾ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മളിവിടെ ഇങ്ങനെ ഒരു കാര്യം ആരംഭിക്കണം എന്ന് ആലോചിച്ചപ്പോൾ തന്നെ ഞാൻ അന്നത്തെ മീറ്റിങ്ങിൽ ഒന്ന് പറഞ്ഞിരുന്നു, ഈ റെസിഡൻസ് അസോസിയേഷൻ എന്ന് പറയുന്നതിൻ്റെ മെയിനായിട്ടുള്ള അജണ്ട എന്താണ്, അത് പൂർണ്ണമായി നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് തുറന്ന് പറയാം. നമ്മൾ ഒരു വർഷമായിട്ടുള്ളെങ്കിലും നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മുടെ അസോസിയേഷനിൽ ചെയ്യാവുന്ന നല്ല നല്ല ജന ഉപകാരപ്രദമായ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇനിയും മുന്നോട്ട് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ പലതും നമ്മൾ ആസൂത്രണം ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ മുഖ്യമായ ഒന്ന് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയോടനുബന്ധിച്ച് ഇന്ന് പഠിക്കുന്ന മക്കൾക്ക് ട്യൂഷൻ ഇല്ലാത്ത ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടി തന്നെ നമ്മുടെ കാരണന്മാർ ട്യൂഷന് വേണ്ടി നല്ലൊരു തുകയും ചെലവാക്കുന്നുണ്ട്. ആ ഒരു കാര്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ ഒരു ട്യൂഷൻ ക്ലാസ് തുടങ്ങുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാവുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് അധികം ദൂരമൊന്നും പോകാതെ നമ്മുടെ തൂമ്പാക്കടവ് പരിസരത്ത് തന്നെ അത്യാവശ്യം കൊള്ളാവുന്ന നല്ല ടീച്ചേഴ്സിനെ വെച്ചിട്ട് നമുക്ക് ട്യൂഷൻ ക്ലാസ് തുടങ്ങിയാൽ അത് അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ വരുമാന മാർഗമാവും. അതിലുപരി നമ്മുടെ മക്കൾക്ക് അധികം ദൂരമൊന്നും പോകാതെ അധികം സാമ്പത്തിക ചെലവില്ലാതെ തന്നെ നമുക്ക് നമ്മുടെ മക്കൾക്ക് വിദ്യാഭ്യാസത്തിന് ഒരു താങ്ങായി നൽകാൻ കഴിയും എന്നുള്ളതാണ് ഞങ്ങൾ വിലയിരുത്തിയിരിക്കുന്നത്. അതുപോലെ നമ്മുടെ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തിയതിൽ ഒട്ടനവധി ആളുകൾക്ക് നല്ല രീതിയിലുള്ള ഗുണം അതിൽ നിന്ന് ലഭിച്ചു എന്നുള്ളൊരു ഫീഡ്ബാക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഇനിയും അങ്ങോട്ടുള്ള, ഞാൻ അധികം വലിച്ചു നീട്ടി പോകുന്നില്ല, മാന്യമായിട്ടുള്ള ഒരു പ്രസംഗം കാഴ്ചവെച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും എന്നോട് പറഞ്ഞിറക്കി വിടും. കാരണം ഇവിടെ മുഖ്യ പ്രാസംഗികരെല്ലാവരും നിൽക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള സമയങ്ങളിലും മുന്നോട്ടുള്ള ഞങ്ങളുടെ പ്രയാണത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതിലുപരി നിങ്ങൾ തന്ന ഇതുവരെയും തന്ന എല്ലാവിധ സഹായ സഹകരണങ്ങൾക്കും നന്ദി പ്രകാശിക്കുന്നതിനോടൊപ്പം തന്നെ ആദ്യമായി നമുക്ക് ഈ വേദി ഒരുക്കി തന്ന ഹൈദ്രോസ് ഖാനെ പ്രത്യേകം അനുസ്മരിക്കാതിരിക്കാൻ സാധിക്കില്ല. കാരണം ഇന്നത്തെ ഈ കാലാവസ്ഥയിൽ ഇങ്ങനെ ഒരു സ്ഥലം നമുക്ക് ലഭിക്കുക എന്ന്, ഇത്രയും സൗകര്യത്തോടുകൂടി ഒരു സ്ഥലം ലഭിക്കുക എന്നുള്ളത് അസംഭവ്യമായിരുന്നു. അത് നമുക്ക് വളരെ നിസ്സാരമായി ചെന്ന് ചോദിച്ചപ്പോൾ തന്നെ അതിൻ്റെ എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ സെക്രട്ടറി റിപ്പോർട്ട് അവതരിപ്പിച്ചപ്പോൾ ഒരു 3 മാസം നമ്മുടെ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് താമസം നേരിട്ട ഒരു കാര്യം സൂചിപ്പിച്ചു. നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടോ എന്നെനിക്കറിയില്ല. ആ 3 മാസം നമ്മുടെ രജിസ്ട്രേഷൻ തടസ്സപ്പെട്ടതിൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് എടുത്ത് പറയേണ്ട ഒരു കാര്യം, ആ രജിസ്ട്രേഷൻ്റെ ആപ്ലിക്കേഷൻ ഫോം രണ്ടാമത് ഫില്ല് ചെയ്ത് കൊടുത്തപ്പോൾ 24 മണിക്കൂർ കൊണ്ട് നമുക്ക് ആ രജിസ്ട്രേഷൻ പൂർത്തീകരിച്ച് തന്ന 2 വ്യക്തികൾ നമ്മുടെ സ്റ്റേജിൽ ഇരിക്കുന്നുണ്ട്. അവരെ ഞാൻ ഇതിനൊരു സ്പെഷ്യൽ താങ്ക്സ് പറയാണ്. മിസ്റ്റർ ഉബൈദുള്ള, മിസ്റ്റർ വിനയൻ.
അതിന് പിന്നിൽ ചില കാരണങ്ങളൊക്കെ ഉണ്ട്. അത് ചിലർക്കെല്ലാം അറിയാമായിരിക്കും. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിഷയമല്ല. നമുക്ക് നമ്മളുടെ വഴി നല്ല രീതിയിൽ പോകണം, നമുക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കണം, നമ്മുടെ നാട്ടുകാർക്ക് നല്ലത് ലഭിക്കണം എന്നുള്ള ഒരേ ഒരു കാഴ്ചപ്പാടാണ് നമുക്കുള്ളത്. നമ്മൾ ആ കാഴ്ചപ്പാട് കൊണ്ട് എന്ത് തരണം ചെയ്യേണ്ടി വന്നാലും മുന്നോട്ട് പ്രയാണം തുടർന്നുകൊണ്ടിരിക്കും എന്ന് ഞാൻ പറയുന്നു. തൽക്കാലം എൻ്റെ ഈ ചെറിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ഇന്നത്തെ ആഘോഷങ്ങൾക്ക് ഔപചാരികമായി തുടക്കമിടാൻ ഉദ്ഘാടന പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട ശ്രീമൂലനഗരം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ VM ശംസുദ്ദീനെ ക്ഷണിക്കുന്നു. നമ്മുടെ ഇന്നത്തെ CPRAയുടെ ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഇവിടെ കൂടിയിരിക്കുന്ന യോഗത്തിൻ്റെ ബഹുമാന്യനായ അധ്യക്ഷൻ ഷക്കീർ തെക്കേക്കുടി, എഡ്രാക്കിൻ്റെ മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഉബൈദുള്ള, സെക്രട്ടറി ശ്രീ വിനയൻ, CPRAയുടെ മറ്റ് ഭാരവാഹികൾ, ഇന്നിപ്പോൾ ഇവിടെ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ള മിടുക്കരായിട്ടുള്ള നമ്മളുടെ കുട്ടികൾ, CPRAയുടെ മറ്റ് കുടുംബാംഗങ്ങൾ, നമുക്കറിയാം ഇനി വളരെ വിപുലമായ രീതിയിലുള്ളൊരു പ്രസംഗത്തിന് ഇവിടെ പ്രസക്തിയില്ല. കാരണം നമ്മളുടെ പ്രോഗ്രാം 3:30 മണിക്കാണ് വെച്ചത്. അപ്പം മിക്കവാറും ആളുകളൊന്നും തന്നെ ഒരു 4:30-5 മണിയായിട്ടൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞൂടാ. പിന്നെ ഇവിടെ കലാപരിപാടികളുണ്ട്, നല്ല ദം ബിരിയാണി ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ അത് കഴിക്കാൻ കണക്കിന് അപ്പോഴേക്കും ഇവിടുത്തെ പ്രസംഗമൊക്കെ ഒന്നങ്ങൾ തീരട്ടെ എന്നുള്ളതാണ് നമ്മളുടെ മനോഭാവം. ഇവിടുത്തെ മനോഭാവമല്ല, മൊത്തത്തിൽ അങ്ങനെയാണ്. നമ്മുടെ സമ്മേളന പരിപാടികൾ വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകളുടെ പ്രസംഗം ഇങ്ങനെ നീണ്ടു പോകുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ഈ പറയുന്നതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട ആളുകൾ എങ്ങനെ കേട്ടുകൊണ്ടിരിക്കാന്ന് വിചാരിക്കും. പക്ഷെ ഇവന്മാരുടെ ഈ പ്രസംഗമൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടൊക്കെ ചെന്നാല് നമ്മളുടെ കാര്യങ്ങൾ പെട്ടെന്ന് നടത്തി പോരാം എന്നുള്ളതാണ് മറ്റംഗങ്ങൾ ചിന്തിക്കുക. അപ്പൊ അതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. നമ്മളുടെ അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ പ്രവർത്തനങ്ങളും അതേപോലെ ബന്ധപ്പെട്ട മറ്റു പരിപാടികളും ഒക്കെ ഇവിടെ വിശദീകരിച്ചു. നമ്മളുടെ പഞ്ചായത്തിന്റെ പ്രദേശത്ത് ഏതാണ്ട് 32ഓളം അസോസിയേഷനുകളാണ് ഉള്ളത്. ഇതിൽ മിക്കവാറും എല്ലാ വാർഡുകളിലെയും അസോസിയേഷനുകളുടെ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു അവസരം എനിക്ക് കിട്ടാറുണ്ട്. പല പരിപാടികളും, ഉദ്ഘാടനമായാലും വാർഷികമായാലും അങ്ങനെ ഒത്തിരി പരിപാടികൾ. എന്തായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ചു പറയാം. കാരണം ഇത്രയും ബൃഹത്തായ രീതിയിൽ വളരെ ഭംഗിയായിട്ട് ഒരു വാർഷികം സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മളുടെ ഈ CPR തന്നെയാണ്. കാരണം ഇപ്പൊ ശ്രീമൂലനഗരത്ത് വിനയനും ഉബൈദിനും ഒക്കെ അറിയാം. ഞങ്ങള് മിക്കവാറും 3 പേരും എല്ലായിടത്തും ഉണ്ടാകാനുള്ള ആളുകളാണ്. പക്ഷെ ഈ ഓണത്തിന്റെ സദ്യ, അതേപോലെ സെലിബ്രേഷൻസ്, മറ്റ് പരിപാടികൾ, പിന്നെ എന്താണ് ആനുവൽ ന്യൂ ഇയറിന്റെ ഫങ്ഷൻസ്, ഇതിലൊക്കെ ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. അവിടേക്ക് ഇതേപോലെ ഊണുണ്ടാകും, അല്ലെങ്കിൽ ഓണാഘോഷത്തിന്റെ സദ്യകൾ ഉണ്ടാകും, എല്ലാം ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇത്രയും വിപുലമായ രീതിയിൽ നല്ലൊരു എക്സിക്യൂട്ടീവ് പവറിൽ ഭംഗിയായിട്ട് അത് ഇതാദ്യമായിട്ടാണ് സത്യം പറഞ്ഞത്. കാരണം ഇപ്പോൾ ശ്രീമൂലനഗരം പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ വർഷങ്ങളായിട്ടുണ്ട്. ഇത്രയും എണ്ണത്തിലേക്ക് പോയത് ഇപ്പൊ ഈ ഒരു 2 വർഷത്തെ ഗ്യാപ്പിലാണ്. ആണ്ട് 30-32 അസോസിയേഷൻസ് വരിക എന്ന് പറഞ്ഞാൽ തന്നെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളിൽ മിക്കവാറും നല്ലൊരു ശതമാനവും പഞ്ചായത്തിന് ബോധർ ചെയ്യേണ്ടുന്ന ഒരു കാര്യം വരുന്നില്ല.
കാരണം അതൊക്കെ അസോസിയേഷൻസ് ഏറ്റെടുത്ത് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക. നമ്മളുടെ CPRയുടെ ഏരിയയിൽ തന്നെ ഒത്തിരി സാമ്പത്തികമായിട്ടും ഒക്കെ ചിലവഴിച്ചുകൊണ്ട് നമ്മളുടെ ഈ പരിസര പ്രദേശങ്ങളെല്ലാം ക്ലീൻ ആക്കുകയും പുല്ലൊക്കെ വെട്ടി പഞ്ചായത്തിൽ നിന്ന് ഈ അടുത്ത് ഒരാഴ്ചക്കാലം നമ്മളൊരാളെ നിർത്തി പുറയാറ് മുതൽ ശ്രീമൂലനഗരം വരെ PWD റോഡിന്റെ 2 സൈഡും ചെത്തി. നല്ലൊരു സാമ്പത്തികമായി. അപ്പൊ തീർച്ചയായിട്ടും ഇത് മിക്കവാറും നമ്മളുടെ ഈ ഏരിയയിലൊക്കെ വരുമ്പോൾ നമുക്ക് വർക്ക് വളരെ കുറവാണ്. കാരണം ഇവിടെയുള്ള ഇപ്പോ റോഡ് ക്ലീനിങ് ആയിരുന്നാലും ഇപ്പൊ ഇന്നിപ്പോ പാലത്തിന്റെ ക്ലീനിങ് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വെള്ളം കെട്ടി നിന്നിട്ട് ആ വെള്ളമൊന്നും പോകാതെ അവിടുത്തെ ആ ഹോൾസ് എല്ലാം അടഞ്ഞു പോകുന്ന പ്രവണത. അപ്പൊ അതിപ്പോ 2-3 പ്രാവശ്യം ഇത് ചെയ്തു. കാടുകൾ വെട്ടി, അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ. മറ്റൊന്ന് സാമ്പത്തികമായിട്ട് നമ്മൾ ഇതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ കണ്ടെത്തിയ മാർഗങ്ങൾ അതുവഴി നമുക്ക് ഇപ്പൊ നിലവിൽ ഉള്ള ഒരു ചെറിയ തുക എങ്കിൽ കൂടി അത് അപ്പൊ അങ്ങനെയൊക്കെ മറ്റ് ഏത് അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾ എടുത്താലും കാണാത്ത ഒരു രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. തർക്കമില്ലാത്ത കേസാണ്. അപ്പൊ എന്തായാലും ഈ അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ കുറിച്ച് ഞാൻ അതുകൊണ്ട് ഇനിയും കൂടുതൽ പറയുന്നില്ല. നമ്മൾ മെഡിക്കൽ ക്യാമ്പുകളെല്ലാം നടത്തി. ഇനിയും മെഡിക്കൽ ക്യാമ്പുകൾ, അതേപോലെ സമൂഹത്തെ ഇന്നിപ്പോ ഏറ്റവും അധികം ബാധിച്ചുകൊണ്ടിരിക്കുന്ന ദൂഷ്യഫലങ്ങളായിട്ടുള്ള മയക്കുമരുന്ന് പ്രവണത, അതേപോലെ മൊബൈൽ അഡിക്ഷൻ, ഇതിനൊക്കെ എതിരായിട്ട് കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ്സുകൾ കൊടുക്കുക. ഈ ബോധവൽക്കരണ ക്ലാസ് കൊടുക്കുമ്പോൾ തന്നെ ഈ ക്ലാസ് എടുക്കാൻ വരുന്ന ആളുകൾ നല്ല ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അത് കേട്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ ഈ കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും സാധിക്കും എന്നുള്ളതാണ്. ഈ കുട്ടികൾ എങ്ങനെയാണ് ഇതിലൊക്കെ അകപ്പെടുന്നത്, അകപ്പെട്ടാൽ അത് എങ്ങനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും, കണ്ടെത്തിയാൽ എങ്ങനെയൊക്കെ അവരെ മാറ്റി നിർത്തുവാൻ സാധിക്കും, ഇതെല്ലാം ഇപ്പൊ കഴിഞ്ഞ ദിവസം പുറയാറ് അനുഗ്രഹ റെസിഡൻസ് അസോസിയേഷൻ മിനിഞ്ഞാന്ന് അവർ ലഹരിക്കെതിരെ ഒരു ബോധവൽക്കരണ ക്ലാസ് എല്ലാം നടത്തി. ശ്രീമൂലനഗരം ദേശീയ ഇതുപോലെ റെസിഡൻസ് അസോസിയേഷനുകളും അതേപോലെ അല്ലാതെ സംഘടനകളും എല്ലാം നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടികളാണ് ഇതെല്ലാം. കഞ്ചാവൊന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ ഒന്നുമല്ല. അതിലപ്പുറം MDMA-യും മറ്റുമൊക്കെ നമ്മളുടെ സ്കൂളുകളിൽ പഠിക്കുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും ഉൾപ്പെടെ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ അത്രയും അപകടകരമായിട്ടുള്ളൊരു അവസ്ഥ. അതൊക്കെ അറിയണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ഓരോ പ്രോഗ്രാമുകളിലൊക്കെ പോകുമ്പോൾ അവർ ക്ലാസ് എടുക്കുമ്പോഴേ നമുക്കിത് അറിയാൻ പറ്റുള്ളൂ. കഴിഞ്ഞ ദിവസം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിനുണ്ടായ കുറേ അനുഭവങ്ങൾ സ്കൂൾ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട അനുഭവങ്ങളാണ്. അത് യൂണിഫോമിലാണെങ്കിൽ മാത്രമാണ് ഈ ഒരു സ്കൂൾ കുട്ടികളാണ്, അതല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് വന്ന് അവർ പിടിക്കപ്പെടേണ്ടവരാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. യൂണിഫോമിലല്ലാന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ ഒരു മാർഗവും ഇല്ല. അതേപോലെ മൊബൈൽ അഡിക്ഷൻ അതിലപ്പുറമാണ്. ശ്രീമൂലനഗരം പഞ്ചായത്തിനെ സംബന്ധിച്ച് നമ്മൾ ഇന്റർനെറ്റ് സാക്ഷരതയിൽ 100% കൈവരിച്ച എറണാകുളം ജില്ലയിലെ ആദ്യത്തെ പഞ്ചായത്താണ്. പക്ഷെ അതെല്ലാം ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ നാടിനും നാട്ടുകാർക്കും കുടുംബത്തിനും വ്യക്തികൾക്കും ഒക്കെ ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കുന്ന രീതി ആയാൽ ഇതെല്ലാം പ്രശ്നമാണ്. വളരെ മോശപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി സെർച്ച് ചെയ്താൽ അത് തന്നെ നമുക്ക് ഇഷ്ടംപോലെ കിട്ടും, അല്ലേ? നല്ല കാര്യങ്ങളാണെങ്കിൽ അതും നമുക്ക് കിട്ടും. പക്ഷെ അത് പിള്ളേരെ ഏത് ലെവലിൽ ഉപയോഗിക്കണം, അതല്ലെങ്കിൽ മോശപ്പെട്ട രീതിയിലാണ് അത് ഉപയോഗിക്കുന്നത് എങ്കിൽ അത് കണ്ടുപിടിക്കാൻ പാരന്റ്സിന് എങ്ങനെ സാധിക്കും എന്നുള്ളതൊക്കെ ഇത്തരം ക്ലാസ്സുകളിൽ വളരെ കൃത്യമായിട്ട് മാതാപിതാക്കൾക്ക് ഒരു പറഞ്ഞു കൊടുക്കും എന്നുള്ളതാണ്. അതേപോലെ കരിയർ ഗൈഡൻസ് ക്ലാസ്സുകൾ, ഇതൊക്കെ ഞാൻ പറഞ്ഞു വന്നത് നമ്മളുടെ ഫസ്റ്റ് ഈ ഒരു വർഷം മെഡിക്കൽ ക്യാമ്പുകളും മറ്റു പ്രവർത്തനങ്ങളും സാമൂഹിക പ്രവർത്തനങ്ങളും എല്ലാം നമ്മൾ നടത്തി കഴിഞ്ഞു. ഇനിയും അത് വേണം, വേണ്ടാന്നല്ല. കൂട്ടത്തിൽ
നമ്മളുടെ ഭാവി വാഗ്ദാനങ്ങളായിട്ടുള്ള ഈ പറയുന്ന വിദ്യാർത്ഥിനികളുടെ അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് നമ്മളുടെ സമൂഹത്തിന് വേണ്ടിയിട്ടാണ്. സമൂഹത്തിന്റെ നല്ല നിലയ്ക്കുള്ള മുന്നോട്ട് പോക്കിന് അത് ഉപകാരപ്പെടണം. ഇന്നിപ്പോ വളരെ നല്ല നിലയിൽ മാർക്കുകൾ വാങ്ങി വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള കുട്ടികളാണ് നമുക്ക് മുൻപിലിരിക്കുന്നത്. ഏതെല്ലാം മേഖലകളിലേക്ക് അവർ തിരിഞ്ഞു പോയാലും ഡോക്ടേഴ്സ് ആകാം, സയന്റിസ്റ്റ് ആകാം, അതിൽ എഞ്ചിനീയേഴ്സ് ആകാം, ഏത് മേഖലകളായിരുന്നാലും അവർക്ക് എവിടെ ചെന്നാലും ഒരു സാമൂഹിക പ്രതിബദ്ധത എന്നുള്ളത് ഉണ്ടായിരിക്കണം. ഞാൻ ഈ കുട്ടികളെ മുന്നിൽ പറയുന്നത് ഈ സാമൂഹിക പ്രതിബദ്ധത എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഓരോ കുടുംബത്തിലും ഏതെങ്കിലും ഒക്കെ അവസരങ്ങളിൽ ആവശ്യം വരുന്ന സംഗതിയാണ്. സാമൂഹിക പ്രവർത്തകരും ഇതേപോലെ നമ്മളുടെ റെസിഡൻസ് അസോസിയേഷന്റെ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ നമ്മളുടെ സമൂഹത്തിന്റെ ഉന്നതിക്കുള്ള അതല്ലെങ്കിൽ ആളുകളുടെ നല്ല കാര്യങ്ങൾ മാത്രം നോക്കി മുന്നോട്ട് പോകുന്ന അതല്ലെങ്കിൽ പാവപ്പെട്ടവരുടെ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ജനവിഭാഗമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. അപ്പൊ എന്തുകൊണ്ട് രാഷ്ട്രീയക്കാരെ ഞാൻ പെടുത്തി എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും. നമ്മുടെ രാഷ്ട്രീയക്കാരായതുകൊണ്ട് പറയുന്നതല്ല. ഈ രാഷ്ട്രീയക്കാരൊക്കെ ഇവിടെ ഇല്ല എങ്കിലുണ്ടല്ലോ, എല്ലാ പാർട്ടി പല പ്ലാറ്റ്ഫോംസ് ആണ്, വിവിധ പാർട്ടികളുണ്ട്. എല്ലാത്തിലും വർക്ക് ചെയ്യുന്ന ആളുകളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുക, സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. ഒരു വീട്ടിൽ തന്നെ ഒരു മരണമോ അതല്ലെങ്കിൽ ദാരുണമായ മരണങ്ങളോ സംഭവങ്ങളോ ഉണ്ടായാൽ ആ കുടുംബത്തിന് തന്നെ അത് മീറ്റ് ചെയ്യാൻ പറ്റുമോ? നമ്മൾ ആ സമയം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകളെ സംബന്ധിച്ച് ആ രീതിയിലും മാനസികമായിട്ട് നമുക്ക് വളരെയധികം തകർച്ച നേരിടുന്ന ഒരു അവസ്ഥയുമായിരിക്കും. അപ്പൊ എങ്ങനെ പിന്നെ നമ്മളുടെ കുടുംബത്തിലുണ്ടായ ആ കാര്യങ്ങൾക്ക് ഒരു നടപടി ഉണ്ടാകുക? നമ്മളുടെ സ്വന്തക്കാരും ബന്ധുക്കളും ഒക്കെ ഉണ്ടാകും, ഇല്ല എന്നല്ല. പക്ഷേ ആ നാട്ടിലുള്ള പൊതുപ്രവർത്തന രംഗത്തുള്ള ആളുകളായിരിക്കും എപ്പോഴും അതിന്റെ മുൻപിൽ ഉണ്ടാകുക. അവരൊക്കെ ഇല്ല എങ്കിൽ ഈ പറയുന്ന മിക്കവാറും പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിന് വേണ്ടി ഓടി നടക്കുന്നതും ചെല്ലുന്നതും എല്ലാം അവരായിരിക്കും. ഇതേപോലെ റെസിഡൻസ് അസോസിയേഷൻ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഏരിയകളിൽ ശരിക്കും പറഞ്ഞ രാഷ്ട്രീയക്കാരുടെ ഒന്നും ആവശ്യം വേണ്ടി വരില്ല. കാരണം ആ സർവീസ് സേവനങ്ങളും ഒക്കെ ഇപ്പൊ ചെയ്തു വരുന്നത് ഈ പറയുന്ന റെസിഡൻസ് അസോസിയേഷന്റെ ആളുകളാണ്. നമ്മൾ ഒന്നോ രണ്ടോ ആളുകളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റ്സിലൊക്കെ ചെന്ന് പറയുമ്പോൾ അതിന് അതിൻ്റെതായ വില ഉണ്ടാകും. കാര്യം ഇന്ന് എല്ലാം ഓൺലൈൻ ആണ് എങ്കിൽ കൂടി ഒരു വിഭാഗം ജനങ്ങളുടെ മൊത്തത്തിൽ പ്രതിനിധിയായിട്ട് നമ്മൾ ചെന്ന് പറയുമ്പോൾ അതിന് അതിൻ്റെതായ വാല്യൂ കിട്ടും. ഒരു തർക്കവും വേണ്ട. പോലീസ് സ്റ്റേഷനായിരുന്നാലും KSEB, വാട്ടർ അതോറിറ്റി, പഞ്ചായത്ത് എവിടെ ആയിരുന്നാലും. അപ്പൊ അതുകൊണ്ട് റെസിഡൻസ് അസോസിയേഷന്റെ പ്രാധാന്യം ഒരിക്കലും കുറച്ച് കാണാൻ പാടില്ല. അതിന്റെ പ്രവർത്തനങ്ങൾക്ക് നമ്മളുടെ വാർഡിലുള്ള 127 കുടുംബങ്ങളാണുള്ളത്. അവരുടെ മറ്റു പ്രശ്നങ്ങളിലും സാമ്പത്തിക പ്രശ്നങ്ങളിലും എല്ലാം ഇടപെടാൻ അവർക്ക് സാധിക്കും. അപ്പൊ അതുകൊണ്ട് ആ പ്രവർത്തനങ്ങൾക്ക് മറ്റുള്ള ആളുകളുടെ എല്ലാവരുടെ പിന്തുണ ഉണ്ടാകണം. അത് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ കൂടുതൽ സംസാരിച്ച് പോകുന്നില്ല. നമ്മളുടെ വാർഡിൽ നിന്നും ഈ പറഞ്ഞതുപോലെ ഫുൾ A+ വാങ്ങിയിട്ടുള്ള +1 +2 സ്റ്റുഡൻസും SSLC സ്റ്റുഡൻസും ഉണ്ട്. അതേപോലെ തന്നെ മറ്റ് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള 3-4 ആളുകളുണ്ട്. പിന്നെ ഒരു റാങ്ക് ഹോൾഡർ നമുക്ക് നമ്മുടെ വാർഡിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ വളരെയധികം പ്രോത്സാഹനം നമ്മളുടെ സമൂഹത്തിന് കൊടുക്കുന്നു എന്നുള്ളതാണ്. അത് ഈ പറയുന്ന ഒരു ചടങ്ങിൽ വെച്ച് നമ്മളുടെ വാർഡിന്റെ ആദരം കൂടി കൊടുക്കാൻ തീരുമാനിച്ചത് കഴിഞ്ഞ വർഷവും അങ്ങനെ ഞാൻ ചെയ്തത്. കുറെ അധികം കുടുംബങ്ങളും കുറെ കുട്ടികളും കുറെ ആളുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും അവിടെ വരുന്ന മറ്റു കുട്ടികൾക്ക് കൂടുതൽ പഠിക്കുന്നതിനും മറ്റ് മേഖലകളൊക്കെ കീഴടക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിനുമൊക്കെ ഒരു പ്രചോദനം അവർക്ക് കിട്ടുമെന്നുള്ളതാണ്. ഇപ്പൊ അസോസിയേഷന്റെ കീഴിലുള്ള
ഹയർ സ്റ്റഡീസിനെ ക്വാളിഫൈ ചെയ്തിട്ടുള്ള മുഴുവൻ കുട്ടികളെയും തിരഞ്ഞെടുത്തുകൊണ്ട് ഇന്നിപ്പോ മൊമെന്റോ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം ഇതിന്റെ ഭാഗമാണ്. അപ്പൊ ആയതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിച്ച് മുന്നോട്ട് പോകുന്നില്ല. നമ്മളുടെ ഇവിടെ വന്നിരിക്കുന്ന വളരെയധികം മാർക്കുകളൊക്കെ വാങ്ങി ഇതേപോലെ ഹയർ സ്റ്റഡീസിന് പോകാൻ തയ്യാറായിട്ട് നിൽക്കുന്ന നമ്മളുടെ മുഴുവൻ കുട്ടികൾക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. അതേപോലെ നമ്മളുടെ ഇന്നത്തെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാനായിട്ട് വരാമെന്ന് ഏറ്റിരുന്നത് നമ്മളുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടനാണ്. അപ്പൊ 2 ദിവസമായിട്ട് മനോജ് മൂത്തേടന്റെയും അതേപോലെ ബെന്നി ബെഹനാൻ MP, അൻവർ സാദത്ത് MLA ഇവരുടെ ഒക്കെ പരിപാടികൾ ക്യാൻസൽ ചെയ്തിരിക്കാൻ. മറ്റൊന്നുമല്ല, അവിടെ ഇലക്ഷൻ പ്രഖ്യാപിച്ചത് കൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാമുകളിലേക്ക് അവർ ഇപ്പൊ ഇന്നൊരു മീറ്റിംഗ് ഉണ്ട് അവിടെ വൈകിട്ട്. എല്ലാവരും രാവിലെ തന്നെ അങ്ങോട്ട് പോയി. അപ്പൊ അതുകൊണ്ട് തന്നെ അന്ന് അഡീഷണൽ ആയിട്ട് 2-3 ഉദ്ഘാടനം കൂടി എനിക്ക് വന്ന് ചേർന്നു എന്നുള്ളതാണ്. പക്ഷെ 1-2 നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഈ സമയത്താണല്ല ഒന്ന് വെച്ചിരിക്കുന്നത്, പകലുള്ളതൊക്കെ പോയി. അപ്പൊ അതുകൊണ്ട് മനോജ് മുത്തേടൻ വരാതിരുന്നത് അതുകൊണ്ടാണ് കേട്ടോ. എന്തായാലും അതുകൊണ്ട് തന്നെ എനിക്ക് കഴിഞ്ഞ വർഷം MLA വരാതിരുന്നപ്പോൾ ഒരു ഉദ്ഘാടനത്തിനുള്ള അവസരം നമുക്ക് കിട്ടി. ഇത്തവണ മനോജ് മുത്തേടൻ വരാതിരുന്നപ്പോൾ 2ാമത്തെ ഉദ്ഘാടനവും എനിക്ക് ലഭ്യമായിരിക്കുകയാണ്. അപ്പം നമ്മളുടെ സ്വന്തം വീടിരിക്കുന്ന ഏരിയയിലുള്ള ഒരു അസോസിയേഷൻ എന്നുള്ള നിലയ്ക്ക് അതിനുള്ള സാഹചര്യം അത് എനിക്ക് ലഭ്യമായതിൽ വളരെയധികം സന്തോഷമുണ്ട്. എന്തായാലും ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ മുഴുവൻ ആളുകളുടെയും അനുഗ്രഹത്തോടു കൂടി ഞാൻ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നോക്കുന്നു. ജയിക്കുന്നു. അടുത്തതായിട്ട് നമ്മുടെ മനസ്സിലേക്ക് പുതിയ ചിന്തകളും ആശയങ്ങളും കോറിയിടാനായി എൻ്റെ നാട് എൻ്റെ ഉത്തരവാദിത്തം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒരു മോട്ടിവേഷൻ ടോക്ക് നൽകുന്നതിനായി എഡ്രാക് ശ്രീമൂലനഗരം മേഖലാ സെക്രട്ടറിയും മോട്ടിവേഷൻ സ്പീക്കറുമായ ശ്രീ VS വിനയനെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഇന്ത്യ പാകിസ്ഥാനിലേക്ക് മിസൈൽ വിട്ടു. എത്ര 9 എണ്ണായിട്ട് വിട്ടുന്നതാണ്. ഈ 9 എണ്ണവും കൃത്യമായിട്ട് അവിടെ പോയി തറച്ചെന്നുണ്ടെന്ന് അറിയാൻ പറ്റും. 9 എണ്ണം കൃത്യമായിട്ട് അവിടെ പോയി തറച്ചു. എന്താ കാരണം അറിയാൻ പറ്റും? ഈ മിസൈൽ പോണ വഴിക്ക് ഇടയ്ക്ക് ഇറങ്ങി ഒന്ന് പ്രേമിക്കാൻ വേണ്ടി ഇറങ്ങൂല. മിസൈൽ ഇവിടെ നിന്ന് വിട്ടുകഴിഞ്ഞാൽ നേരെ അവിടെ പോയിട്ടേ നിൽക്കുള്ളൂ. മിസൈൽ ഇടയ്ക്ക് വാട്സപ്പ് സ്റ്റാറ്റസ് നോക്കാൻ വേണ്ടി നിൽക്കൂല, ഇടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ റീൽ കാണാൻ വേണ്ടി നിൽക്കൂല, ഇടയ്ക്ക് യൂട്യൂബിൽ വീഡിയോ കാണാൻ നിൽക്കില്ല, ഇടയ്ക്ക് മറ്റുള്ളവരെ കുറ്റം പറയാൻ വേണ്ടി നിൽക്കില്ല. നേരെ ഇവിടെ നിന്ന് വിട്ടാൽ ആ ലക്ഷ്യത്തിൽ ചെന്നിട്ടാണ് മിസൈൽ നിൽക്കുകയുള്ളൂ. സിമ്പിളായിട്ട് പറഞ്ഞാൽ മിസൈലിൽ ലക്ഷ്യത്തിലെത്തിയിട്ട് നിൽക്കുകയുള്ളൂ. നമ്മൾക്കൊരു ലക്ഷ്യമുണ്ട്, പക്ഷെ നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ലക്ഷ്യം ഇടയ്ക്ക് മാറിപ്പോകാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഞാൻ ആദ്യം പറഞ്ഞ ലിസ്റ്റിലുള്ള സാധനങ്ങൾ നമ്മൾക്ക് തടസ്സമായിട്ട് വരും. ബാഹുബലി സിനിമയിൽ പ്രവാസ് ബോഡി ഉണ്ടാക്കിയിട്ടുണ്ടല്ലേ, 6 പാക്ക് ബോഡി. പ്രവാസ് ബോഡി ഉണ്ടാക്കിയത് എങ്ങനെയാണ്? മറ്റേ കാലത്ത് ചോറും തൈരും, ഉച്ചയ്ക്ക് കപ്പ ഇറച്ചി, വൈകുന്നേരം മുട്ടക്കറി കഴിച്ചിട്ടാണോ? കംപ്ലീറ്റ് കട്ട് ചെയ്തിട്ടാണ്. പുള്ളിക്ക് പുള്ളിക്ക് ചിക്കൻ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ പുള്ളി അതൊന്നും കഴിക്കാതെ കട്ട് ചെയ്തിട്ടാണ് പുള്ളി ബോഡി ഉണ്ടാക്കിയത്. അപ്പൊ നമുക്ക് നമ്മള് കുറെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ശ്രീ വിനയൻ ചേട്ടന് നമുക്ക് നല്ലൊരു കൈയടി കൊടുക്കാം. അടുത്തതായി ആശംസകൾ അർപ്പിച്ച് സംസാരിക്കാനായി എഡ്രാക് ശ്രീമൂലനഗരം മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ VS ഉബൈദുള്ളയെ ക്ഷണിക്കുന്നു. ആദരണീയനായ എല്ലാവർക്കും നമസ്കാരം. ആദരണീയനായ യോഗത്തിൻ്റെ അധ്യക്ഷൻ CPR പ്രസിഡന്റ് ഷുക്കൂർദ, ഇതിൻ്റെ സെക്രട്ടറി ഇൻചാർജ് ബാബുവാനായിട്ട്, നമ്മുടെ കുടുംബയോഗം ഉദ്ഘാടനം ചെയ്ത ഈ വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റുമായി VM ശംസുദ്ദീൻ, ഇപ്പോൾ ഇവിടെ നല്ല രീതിയിൽ ആസ്വദിച്ച VS വിനയൻ, എഡ്രാക് മേഖലാ സെക്രട്ടറിയുമായ VS വിനയൻ, മറ്റ് CPRയുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ കുടുംബാംഗങ്ങൾ, നമുക്കറിയാം നമ്മളെയൊക്കെ സംബന്ധിച്ച് ജീവിതത്തിൽ ഇങ്ങനെ ഒത്തുകൂടുക എന്നുള്ളത് ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ കുറവാണ്. ഒത്തുകൂടിയാൽ തന്നെ ഏതെങ്കിലും ഒരു മതവിഭാഗമാണെങ്കിൽ ആ മതവിഭാഗത്തിലെ ആളുകൾ അല്ലെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകൾ ഒരുമിച്ച് കൂടും. നമുക്ക് പൊതുവായി ഒരുമിച്ച് കൂടാനുള്ള ഒരു അവസരം ഉണ്ടാകും എന്നുള്ളത് ഇത്തരം റെസിഡൻസ് അസോസിയേഷനുകളുടെ രൂപീകരണത്തോടുകൂടി. ഇപ്പോൾ നമ്മൾ പല സ്ഥലത്തും റെസിഡൻസ് അസോസിയേഷൻ രൂപീകരിക്കാൻ പോകുമ്പോൾ പലരും ചോദിക്കും, എന്തിനാണ് റെസിഡൻസ് അസോസിയേഷൻ, എന്താണ് ഞങ്ങളുടെ ഗുണം, ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്നുള്ള 3 ചോദ്യങ്ങൾ ആദ്യം ചോദിക്കും. അത്തരം ചോദ്യത്തിന് ഒറ്റ വാക്കിൽ നമുക്ക് ഉത്തരം പറയാൻ സാധിക്കില്ല. കാരണം ഇതിൻ്റെ വ്യാപ്തി അല്ലെങ്കിൽ ഇതിൻ്റെ കാരണങ്ങൾ, ഇതിൻ്റെ
എന്താ ആവശ്യങ്ങൾ നേരിടുന്നതും പരിഹരിക്കപ്പെടുന്നതും ലോങ് ലാസ്റ്റിംഗ് ആണ്. ലോങ് ലാസ്റ്റിംഗ് വളരെയധികം വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും. കാത്തിരിക്കണം. ഇത്ര രീതിയിലേ പോകുള്ളൂ. ഒറ്റ വാക്കിൽ ഒരു സിംഗിൾ എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആൻസർ പറയാൻ സാധിക്കില്ല. അത് ഡിഫൈൻ ചെയ്ത് തന്നെ പോകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് റെസിഡൻസ് അസോസിയേഷനുകൾ നമ്മൾ ഇത്തരം സന്ദർഭങ്ങൾ ഉപയോഗിക്കപ്പെടുന്നത് നമ്മളിങ്ങനെ കൂട്ടുകൂടുക, നമ്മൾക്കൊരു സന്തോഷം ഉണ്ടാകുക എന്നുള്ളതാണ്. ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കും, നമുക്ക് കൂടെയുള്ള എപ്പോഴും ദുഃഖങ്ങൾ മാത്രമേ ഉള്ളൂ. എപ്പോഴും നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ. നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? നമുക്കതില്ല, ഒരുപാട് കുറവുകളുണ്ട്, അല്ലെങ്കിൽ മറ്റൊരാളുടെ ഇല്ല. പക്ഷെ നമ്മൾ രണ്ടാൾ കൂടുമ്പോൾ സന്തോഷിക്കുന്നുണ്ട്. അതെല്ലാം മാറ്റി വെച്ചത് സന്തോഷത്തിലേക്ക് വരിക എന്നുള്ള ഉദ്ദേശത്തിലാണ്. അപ്പോൾ റെസിഡൻസ് അസോസിയേഷൻ ഉണ്ടാകുന്നത്, അത് രൂപീകരിക്കുന്നതും അതിൻ്റെ പ്രയോജനങ്ങൾ കിട്ടുന്നതും നമ്മുടെ തലമുറക്കും ഭാവിയിലൊരു നല്ല സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി. ഇപ്പോൾ നമ്മളറിയാം, നമ്മുടെ സമൂഹത്തിൽ ലഹരിയുടെ ഉപയോഗം അല്ലെങ്കിൽ മറ്റ് അനധികൃതമായ പ്രവർത്തനങ്ങളെല്ലാം ധാരാളം കൂടി വരും. അത് കാരണം നേരത്തെ വിനയം പറയുന്ന കുടുംബത്തിൽ നിന്നുള്ള പ്രശ്നങ്ങളുണ്ട്. കാരണം പഴയതുപോലെയല്ല, നമ്മൾ വീട്ടിൽ മക്കളായിട്ടിരുന്ന് സംസാരിക്കുക എന്നുള്ളത് കുറഞ്ഞു. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ട്. നമ്മൾ വീട്ടിൽ എത്ര പിള്ളേർ മക്കളെല്ലാവരും എത്ര നേരം ഒരുമിച്ച് സംസാരിക്കാറില്ല. ആർക്കും സമയം കിട്ടാറില്ല. ഒരേ ഭക്ഷണം കഴിക്കാറില്ല അവർ വീട്ടിൽ. ഇപ്പം എല്ലാ വീട്ടിലും 5 പേരുടെ 5 ഭക്ഷണ രീതികളാണ്. വീട്ടിലില്ലെങ്കിലോ അപ്പോൾ ഫോൺ ചെയ്യും, ഫോൺ ചെയ്ത സാധനം വീട്ടിലെത്തും, അതും 5 രീതിയിലായിരിക്കും. അപ്പോൾ അത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഇത്തരമുള്ള കൂട്ടുകുടുംബം അല്ലെങ്കിൽ കൂട്ടായ്മ ഉണ്ടാകുക എന്നുള്ളത്, ഇതിലേക്ക് വരിക എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ എത്ര റെസിഡൻസ് അസോസിയേഷൻ ഉണ്ടാക്കിയാൽ പോലും ഒരു 15-നും 25-നും ഇടയിലുള്ള ആരും വരില്ല. ഇവിടെ പോയിക്കോ, ചെറുപ്പക്കാരും അല്ലെങ്കിൽ കുട്ടികൾ ആരും ഇത്തരം സംഘടനകളിലേക്ക് വരില്ല എന്നുള്ളത് എന്താ വെച്ചാൽ, ഇപ്പം നമ്മൾ നേരത്തെ വിനയം പറഞ്ഞ സംഘടനാ പ്രവർത്തനങ്ങൾ, ഇപ്പം ഞാൻ സംഘടനയിൽ ഒരുപാട് സംഘടനകൾ തുടങ്ങിയത്, പല വീടുകളിൽ ചെന്ന് കുട്ടികളെ വിളിച്ച് ആരും വിടില്ല. അവർക്ക് ധൃതിയുണ്ട് അല്ലെങ്കിൽ പഠിക്കാനുണ്ട്, ഒറ്റ കാരണം പറയാം. പക്ഷെ അത് വീട്ടിൽ ഉണ്ടെങ്കിൽ പോലും അവരൊന്ന് പുറത്തേക്ക് നമ്മളെ കാണിക്കാൻ പോലും അവസരം പലരും തരാറില്ല. സംസാരിക്കാൻ, നേരിട്ട് സംസാരിക്കാൻ പോലും. അപ്പോഴും അവർ ഫോണിൽ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിൽ എൻഗേജ് ആയിരുന്നു. എല്ലാവർക്കും സമയമില്ലായ്മ വശം നമ്മൾ ഫോൺ കാണുമ്പോൾ തന്നെ നമുക്കറിയാം. ഒരു കാരണം സ്ക്രോൾ ചെയ്ത് പോകും. 2 മിനിറ്റ് പോലും നമുക്ക് നോക്കിയിരിക്കാനുള്ള ക്ഷമയില്ല. ഫോൺ എടുത്താൽ കുട്ടികൾ ഒരു കാരണം വായിക്കില്ല, സ്ക്രോൾ ഇങ്ങനെ പോയതും ക്ഷമയില്ലാത്ത ഒരു ലോകം വന്നു ചേരും. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ അത്തരം കുട്ടികളെ നമ്മൾ ഈ കാര്യങ്ങളിലേക്ക് വാർത്തെടുക്കുക എന്നുള്ളതാണ് ഇത്തരം റെസിഡൻസ് അസോസിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ തൂമ്പാക്കടവ് റെസിഡൻസ് അസോസിയേഷൻ രൂപീകരിച്ചവർ ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആളുകൾക്ക് ഉചിതമായ, ഈ നിവാസികൾക്ക് ഉചിതമായ രീതിയിലുള്ള കാര്യങ്ങൾ ധാരാളം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അസോസിയേഷൻ ഒരു ലഹരി മുക്തമാക്കുക എന്നുള്ളത് നമ്മളെല്ലാം ബാധ്യതയുണ്ട്. ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്നൊരു പോലീസ് സ്റ്റേഷൻ വിളിച്ചു പറയെ, അല്ലെങ്കിൽ പോലീസുകാരെ കൊണ്ട് എക്സൈസുകാരെ കൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അവർക്ക് അവരുടേതായ രീതികളുണ്ട്. ഇപ്പോൾ ഒരു 6 ഗ്രാം 10 ഗ്രാം വരെ കഞ്ചാവ് കയ്യിൽ വെച്ചാൽ ഒന്നും ചെയ്യാനില്ല. അത് നമുക്ക് ഉപയോഗിക്കാം. അതിന് വേറെ ഒരു നിയമതടസ്സം കൂടിയില്ല. പക്ഷെ അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അവരെ വിളിച്ചിട്ട് നല്ല രീതിയിൽ ഉപദേശം കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ പല കേസുകളിലും പലർക്കും ക്രിമിനൽ കേസുകൾ പുതിയ പോകാറില്ല. എന്നാലും കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഒരു കുട്ടിക്ക് വേണ്ടി ജാമ്യമെടുക്കാൻ പോയി. MBBS പഠിച്ച കുട്ടിയാണ്. അത് 3rd ഇയർ പഠിക്കുകയാണ്. നല്ല ഹൈ റാങ്കോട് കൂടി നീറ്റിലൊക്കെ പാസ്സായി 708 മാർക്കുണ്ടായി. 720 കോഴിക്കോട് മെഡിക്കൽ കോളേജ്, കേരളത്തിലെ അല്ല ഇന്ത്യയിലെ നമ്പർ 1 മെഡിക്കൽ കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പഠിക്കാനുണ്ടായത്. അപ്പോൾ ഇതെന്നെ ഒരാൾ എൻ്റെ സുഹൃത്ത് വിളിച്ച് പറഞ്ഞാൽ കോഴിക്കോട് പോയത്. അപ്പോൾ നമുക്ക് വളരെ എനിക്ക് വേണ്ടപ്പെട്ടല്ല, അയാൾക്ക് വേണ്ടപ്പെട്ട ആളാണ്. അതുകൊണ്ടാണ് അവിടെയുള്ള ആര്യ അന്വേഷകർ എറണാകുളത്ത് ആലുവയിലുള്ള എന്നെ വന്ന് കോഴിക്കോടെ കൊണ്ടുപോയി. ഞാൻ അവിടെ ചെന്ന് എന്താണ് കുട്ടികൾ എന്താണ് പഠിക്കണമെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. അയാളൊരു ബന്ധുവാണെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോൾ എന്തായിരുന്നു ഏറ്റവും പ്രശ്നം വെച്ചാൽ, ജഡ്ജിന് മുമ്പിൽ ഹാജരാക്കിയപ്പോൾ ജഡ്ജി ഞാൻ പരിചയമുള്ള ആളായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതല്ല, എൻ്റെ ജൂനിയറായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഈ കഞ്ചാവുകാർക്ക് ഇവർക്ക് ജാമ്യമെടുക്കാൻ പോയെന്ന പ്രശ്നത്തിൽ ജഡ്ജിമാരും നമ്മളെ സംശയിക്കും. ഇതിൻ്റെ അടുത്ത് വെച്ചപ്പോൾ കോടതി ഇറങ്ങിപ്പോയത്. അവസാനം കോടതി ചേംബറിൽ കയറ്റാൻ പോയി. കോടതി ഓപ്പൺ കോടതി കയറ്റില്ല, ജഡ്ജിനെ കുട്ടിക്ക് റൂമിൽ കയറ്റി ഇതെല്ലാം എടുക്കുക. അപ്പോൾ അങ്ങനെ എടുത്തപ്പോൾ ഈ കുട്ടി ഇന്ന് ഭയങ്കര കരച്ചില്ല.
കരച്ചിലെന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിൽ. അപ്പോൾ ആ കുട്ടിയുടെ അമ്മ ടീച്ചറാണ്, അച്ഛൻ PWDയിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ്, പക്ഷെ ഒരു പെൺകുട്ടിയാണ്. അതെങ്ങനെ സംഭവിച്ചു എന്ന് ആ കുട്ടി ഇതുവരെ ആരോട് പറഞ്ഞിട്ടില്ല. വീട്ടുകാർക്കും നാട്ടുകാർക്കും കൂടെ പഠിക്കുന്നവർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ധാരണകളില്ല. കുട്ടി പല ദിവസങ്ങളിലും വീട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞു പോകും, വീട്ടിലെത്താറില്ല. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾക്ക് തന്നെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാറ്. അവിടെ ചെന്നപ്പോൾ ജഡ്ജി ഞാൻ അറിയുന്ന ആളായിരുന്നു എന്ന് വിചാരിച്ചിട്ട് ഞാൻ തരൂല. എന്നിരുന്നാലും അങ്ങനെ എന്നെ സംശയം എന്നോട് അയ്യോ നിങ്ങളോ എന്താണ് നിങ്ങൾ അവിടെ നിന്ന് ഇവിടെ വരാൻ കാരണം എന്ന് ചോദിച്ചു. നമ്മുടെ സുഹൃത്തിൻ്റെ ബന്ധുവാണ്, അതുകൊണ്ടാണ് ഇന്ന് വന്നത്. അപ്പം അതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ അറിയിക്കാതില്ല, കാണിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴാ ജഡ്ജിനോട് ആ കുട്ടി കുറച്ച് സംസാരിക്കാൻ ഞാൻ പറഞ്ഞു. ജഡ്ജി കുറച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞു. ഓപ്പൺ കോടതിയിലൊന്നും കിട്ടാറില്ല, നിങ്ങൾ സംസാരിക്കാൻ അനുവദിക്കുകയില്ല. ചേംബറായതുകൊണ്ട് സംസാരിച്ചു. ഇനി ഇതായിട്ട് കുറേ നേരം സംസാരിച്ചപ്പോഴും ഈ കുട്ടി ഒരു അബദ്ധത്തിൽ ചെന്ന് പെട്ടതായിരുന്നു. പക്ഷെ പെട്ടെന്ന് ശേഷം പിന്നെ അത് ഊരിപ്പോരാനുള്ള ഒരു നിസ്സാര കാര്യമുള്ളൂ. ഒരു ബസ്സിൽ യാത്ര ചെയ്താണ് കാരണം. ബസ്സിൽ യാത്ര ചെയ്തു, ആ ബസ്സിൽ ഒരു ജീവനക്കാരനായിട്ട് ബന്ധം വന്നു. അതിൽ നിന്നാണ് ഈ സാധനങ്ങൾ വന്നത്. ഒരു ബസ് ജീവനക്കാരൻ മോശമെന്നല്ല, പക്ഷെ നമ്മൾ ആ കുട്ടിക്ക് അത്രയും വിവരവും വിദ്യാഭ്യാസവും ഉണ്ടായി. 708 മാർക്ക് നീറ്റിന് മേടിക്കാന്ന് പറഞ്ഞാൽ ഹൈലി ക്വാളിഫൈഡ് ആയ കുട്ടിയായിരുന്നു. അപ്പോൾ അത്തരം കുട്ടികളൊക്കെ അതിൽ നിന്ന് ചാടുകാനുള്ളൊരു സാഹചര്യം എന്തായിരിക്കും? അവർക്ക് മറ്റ് ബന്ധങ്ങളൊന്നും ആ നാട്ടിലില്ല, അല്ലെങ്കിൽ മറ്റ് സംഘടനകളോ അല്ലെങ്കിൽ ഇത്തരം ചെറിയ ചെറിയ കൂട്ടുവ്യവസ്ഥയിൽ ജീവിക്കുന്നവരായിരുന്നില്ല. അവരൊരു കാര്യത്തിലും ലോകത്ത് മറ്റു കാര്യങ്ങൾക്ക് ഒരു ബന്ധമില്ലാവും. തൊട്ടടുത്ത വീട്ടുകാരായിട്ടോ ഒരു ബന്ധങ്ങൾ പോലും അവർക്കില്ല, കുട്ടികൾക്കില്ല. പോയി പഠിക്കാൻ തിരിച്ചു വരാം, എന്താണ് അന്വേഷിക്കാനുള്ള ബാധ്യത പോലും മാതാപിതാക്കൾ ചെയ്തില്ല, എല്ലാവരും ഹൈലി ക്വാളിഫൈഡ് ആയ മാതാപിതാക്കളായി. അപ്പോൾ നമ്മൾ ഇത്തരം സന്ദർഭങ്ങളിൽ മനസ്സിലാക്കുന്നത് ഏത് കുട്ടികളായാലും ഏതായാലും അവർ 5-10 മിനിറ്റ് ഒരു ദിവസമെങ്കിലും നമ്മുടെ മക്കളായിട്ട് സംസാരിക്കാനുള്ള ഒരു വേദി ഉണ്ടാകും. വീട്ടിൽ നിന്ന് സംസാരിക്കാൻ എന്ത് ചെയ്യണം? ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാൽ മാത്രമേ സംസാരിക്കുള്ളൂ. അല്ലാത്ത സംഭവങ്ങളിൽ ഒരിക്കലും ഒരു ഒരുമിച്ചുള്ള സംഭാഷണങ്ങളോ മറ്റു സാധാരണഗതിയിലും ഉണ്ടാവാറില്ല. അപ്പോൾ നമ്മളിവിടെ വിദ്യാർത്ഥികളെല്ലാം വിദ്യാഭ്യാസം കരസ്ഥമാക്കിയവർ നല്ല മാർക്കും പാസ്സായി. അവരിതുപോലെ തന്നെ സമൂഹത്തിന് ഗുണമുള്ള ഒരാളുകളായി മാറുക എന്നുള്ളതാണ്. വിദ്യ കൊണ്ട് സംസ്കാരം നേടുക, അല്ലെങ്കിൽ വിദ്യ കൊണ്ട് തിരിച്ചറിവ് നേടുക എന്നാണ്. വിദ്യ കൊണ്ട് ജോലി എന്നുള്ളൊരു അല്ലെങ്കിൽ മറ്റു മേഖലകളെന്നാണ്. വിദ്യ കൊണ്ട് സംസ്കാരം ഉണ്ടാകും. സംസ്കാരം എന്ന് വെച്ചാൽ ഇതിലെല്ലാം വരുന്ന സംഭവങ്ങളാണ്. തിരിച്ചറിവുണ്ടാകും, എല്ലാവരും തിരിച്ചറിയാനുള്ള ബോധം നമുക്കുണ്ടാകുക എന്നാണ്. അത് പല വിദ്യാഭ്യാസ മേഖലയിൽ നിന്നുള്ള കുറവുണ്ടാകും. ഇപ്പോൾ പല കുട്ടികളും വിദ്യാഭ്യാസത്തിലുള്ള കുട്ടികളൊക്കെ നമ്മൾ പറയും ഒന്നിലും സംഘടനകളൊന്നും ആരും വരാറില്ല. അവർ പറയും ഇവിടെ നടന്ന കാര്യം ഞങ്ങളൊക്കെ പോകണം, പുറത്തേക്ക് പോകണം, ഇവിടെയുണ്ട്, ഇവിടെയുള്ള മൂല്യങ്ങൾ സംസ്കാരം ഇവിടെ തന്നെ പഠിക്കാനുണ്ട്. പക്ഷെ എല്ലാവരും അവരുടെ ഇഷ്ടത്തിന് ഈ നാട്ടിൽ വിട്ടുപോയി നിങ്ങൾ ആരും വരണില്ല. ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നങ്ങളാണ്. പക്ഷെ ഇവിടെ അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചാലുണ്ട്. നമ്മൾ ഈ 12ാം ക്ലാസ് വരെ 10ാം ക്ലാസ് വരെ പഠിച്ച് ഇവിടെ തന്നെയാണ്, എല്ലാവരും പഠിച്ച് ഇവിടെ തന്നെ. ഇവിടെ ഈ കേരളത്തിലുള്ള എല്ലാ ഹൈലി ക്വാളിഫൈഡ് ആയ ആളുകളും IPS IAS ഉദ്യോഗസ്ഥ കണക്കുകൂട്ടലുകളിൽ ഈ കേരളത്തിലെ കോളേജിൽ പഠിച്ച് ഇവിടെ വന്ന ആളുകളാണ്. പിന്നെ നമ്മളെ പുറത്തെ യൂണിവേഴ്സിറ്റികളിലെ കുട്ടികൾ പോയി പഠിക്കുക എന്നുള്ളത് നമ്മുടെ യൂണിവേഴ്സിറ്റികൾ ആരംഭിച്ചിട്ട് 100 വർഷത്തിൽ താഴെയായിട്ടുണ്ട്. പുറത്തെ യൂണിവേഴ്സിറ്റികളെ 800-900 വർഷങ്ങളായി. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പോലും 800 വർഷത്തിലധികമായി സ്ഥാപിച്ചിട്ടുണ്ട്. അത്രയും സാന്നിധ്യം അല്ലെങ്കിൽ അത്രയും ക്വാളിറ്റി നമ്മുടെ ഇവിടെയുള്ള യൂണിവേഴ്സിറ്റികൾക്ക് ഉണ്ടായിട്ടില്ല. അതുണ്ടാകും, താമസങ്ങളെടുക്കും. അതുകൊണ്ടാണ് ഇത്. അപ്പോൾ ഞാൻ ഇന്ത്യയിലേക്ക് കടക്കുന്നു. നമ്മുടെ ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ ഉപയോഗത്തോടുകൂടി ഇത്തരം കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ സംഘടനയുമായിട്ട് കൊണ്ടുപോകാനും അവരെ എല്ലാ പരിപാടിയും പങ്കെടുക്കണം. പക്ഷെ നമ്മളൊന്നും പറഞ്ഞാൽ കുട്ടികൾ കൂടുന്ന രീതിയല്ല, ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. അത് ചെറുപ്പം മുതലേ കുട്ടികളെ നമ്മുടെ കാര്യങ്ങൾ ട്രൈ ചെയ്യണം. ഇനി നേരത്തെ പറഞ്ഞ പോലെ വായനശാല, നമ്മുടെ എല്ലാ മേഖലയിലും ചോരൽ ജനരഞ്ജനി വായനശാലയിൽ, കൊണ്ടുപോയി ജനകീയ വായനശാലയിൽ ഇത്ര സന്ദർഭങ്ങളിൽ കുട്ടികളൊക്കെ ഒന്ന് വായിക്കുക അല്ലെങ്കിൽ അതിന് അറിവ് നേടുക, അല്ലെങ്കിൽ നല്ല ആളും കൂട്ടുകൂടുക എന്നുള്ളത് ഇത്തരം സന്ദർഭങ്ങളിൽ സംഘടനയിലാണ് ലഭിക്കുക. അപ്പോൾ നമ്മുടെ ഈ CTR ഇന്നിവിടെ വളരെ ഭംഗിയായി തന്നെ ഇവിടെ വാർഷികം നല്ല രീതിയിൽ നടത്തുന്നുണ്ട്. വളരെയധികം ക്യാഷ് ചെലവഴിച്ചിട്ടാണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ സൗഹൃദ റെസിഡൻസ് അസോസിയേഷൻ്റെ വാർഷികം നടന്നത് വളരെ ലളിതമായ രീതിയിലായിരുന്നു. അതിന് 10,000 രൂപ മാത്രമേ ഞങ്ങൾക്ക് ചിലവുള്ളൂ, ബാക്കി ചിലവുകളൊന്നുമില്ല. ഇതിൽ 10 ലക്ഷത്തോളം ചിലവുണ്ട്.
ബിനു ആണെങ്കിൽ പെട്ടിയായിട്ടാണ് വന്നത്, കാശ് അടച്ച് ഇങ്ങനെ ഒരു പെട്ടി കൊണ്ട് നടക്കുന്നുണ്ട്. പൈസയാണോ എന്താണെന്ന് അറിയില്ല. ചില ഞാൻ വന്നപ്പോൾ പോലെ ബിനുവിൻ്റെ ഒരു നോക്കേസ് ഉണ്ട്. വളരെ നല്ല രീതിയിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവിധ ഈ അസോസിയേഷനും അതിൻ്റെ മുഴുവൻ ഭാരവാഹികൾക്കും എല്ലാവിധ ആശംസ നേർന്നുകൊണ്ട് എഡ്രാക് ശ്രീമൂലക മേഖലാ കമ്മിറ്റിയുടെ എല്ലാവിധ ആശംസകളും ഇവിടെ അവാർഡ് വേണ്ടിയ കുട്ടികൾക്കും പഠിച്ച കുട്ടികൾക്കും ഇനി വൈകുന്നേരമുള്ള കുട്ടികൾക്കും എല്ലാവിധ ആശംസകളും നന്മകളും നേർന്നിട്ടും നമസ്കാരം. അടുത്തതായി ആശംസകൾ അർപ്പിച്ച് സംസാരിക്കാനായി നമ്മുടെ അസോസിയേഷൻ വനിതാ വിംഗ് പ്രസിഡന്റ് ശ്രീമതി രതി അശോക് കുമാറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വേദിയിലും ഉപവിഷ്ടരായിട്ടുള്ള മാതൃത്വത്തിലും സദസ്സിലുള്ള എൻ്റെ നല്ലവരായ നാട്ടുകാർക്കും നമസ്കാരം. ഞാൻ വലിയ പ്രാസംഗികമൊന്നുമല്ല. അടുത്തതായി നമ്മുടെ ഈ വാർഷികാഘോഷത്തിന്റെ ഒരു സന്തോഷം ഇരട്ടിപ്പിക്കാനായിട്ട് SSLC +2 പരീക്ഷകളിൽ വിജയിച്ചവർ നമുക്ക് ആദരിക്കാം. ആദ്യമായി SSLC പരീക്ഷയിൽ വിജയം കരസ്ഥമാക്കിയവരുടെ പേരുകൾ വായിക്കുകയാണ്. വിൻസെന്റ് വർഗീസ്. നല്ല കയ്യടികളോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. വിൻസെന്റ് വർഗീസ്, ജസ്വിൻ വർഗീസ്, മൻഹ വി ശംസുദ്ദീൻ. സമ്മാനം നൽകുന്നതിനായി ശ്രീമുലനഗരം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ VM ശംസുദ്ദീനെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി +2 സയൻസ് പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കിയ ആൻഡ്രിയ റോളി. അടുത്തതായി വിദ്യാഭ്യാസ മേഖലയിലും മറ്റിതര മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച് ജേതാക്കൾക്കുള്ള മറ്റേത് കഴിഞ്ഞു. വാർഡിൻ്റെ ഒരു സെക്കൻഡ് ഒന്ന് പറഞ്ഞു. നമ്മുടെ ഈ വാർഡിന്റെ ആദരവ് വിജയികളായിട്ടുള്ള എല്ലാവർക്കും ഇല്ല. നമ്മൾ ഫുൾ A+ അല്ലെങ്കിൽ ഫുൾ A1 അങ്ങനെ ലഭ്യമായിട്ടുള്ള ആളുകൾക്കാണ്. പിന്നെ ICSE ആണെങ്കിൽ 90% എബവ്. പിന്നെ മറ്റൊന്ന് ഇതര മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള 3-4 പേരുണ്ട്, അവർക്കാണ് കൊടുക്കുക. അപ്പോൾ ഒന്ന് ജിപ്സൺ ജോൺസൺ. അപ്പോൾ അവരെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ. അദ്ദേഹം PhD നേടിയിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ പ്രതിരോധ രംഗത്ത് ഉപയോഗിക്കപ്പെടുന്ന പല ആധുനിക രീതിയിലുള്ള ആയുധങ്ങളുടെയും അതിൻ്റെ അല്ലേ ഓക്കെ ആ പാർട്സിൻ്റെ അല്ലേ ഓക്കെ. അപ്പം അങ്ങനെ ഞാനിത് പറഞ്ഞു വന്നത് നമ്മളുടെ ഇന്ത്യയുടെ സുരക്ഷിതത്വവുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ്. അതേപോലെ തന്നെ ലെഫ്റ്റനൻ്റ് ആയിട്ടുള്ള കൃഷ്ണ എസ് മേനോൻ നമ്മളുടെ വാരിക്കാട് സന്തോഷിൻ്റെ മകളാണ്. അപ്പോൾ അങ്ങനെ ഈ രംഗത്തൊക്കെ കഴിവ് തെളിയിച്ച് നമ്മളുടെ വാർഡിൽ നിന്ന് ഓരോരുത്തരും വരിക എന്ന് പറഞ്ഞാൽ അതൊക്കെ വലിയ സംഭവങ്ങളാണ്. കാരണം ഇപ്പം നമ്മൾ LLB പാസ്സായി എന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പാസ്സായി എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പേരുണ്ടാകാം. നമ്മളിപ്പോൾ പഞ്ചായത്തിൻ്റെ അവാർഡുകളും
അതേപോലെ മറ്റ് അവാർഡുകളൊക്കെ കൊടുക്കുമ്പോഴും ഈ പറയുന്ന പോലെ ബിടെക്കും LLB ഒക്കെ നമ്മൾ മാറ്റി നിർത്തലാണ്. MBBSകാരെ പെടുത്തലുണ്ട്. കാരണം അധികം ആളുകൾ ഇല്ലാത്തത് കൊണ്ട് അവർക്ക് ഒരു പ്രാധാന്യം കൊടുത്ത് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതേപോലെ PhD വാങ്ങുക, അതേപോലെ രാഷ്ട്ര സേവനത്തിന് വേണ്ടിയിട്ട് രംഗത്ത് വന്ന് ലഫ്റ്റനന്റ് ആയിട്ട് പ്രഖ്യാപിക്കപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും നമ്മൾ അവരെ അഭിനന്ദിക്കേണ്ടതാണ്, വലിയൊരു കയ്യടി കൊടുക്കേണ്ടതാണ് കേട്ടോ. പിന്നെ ഉള്ളത് റാഫി. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ആർക്കിടെക്ചർ രംഗത്ത് വളരെയധികം പ്രാഗൽഭ്യം തെളിയിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്വന്തം പ്രസ്ഥാനവും അതേപോലെ മറ്റ് ഇതര മേഖലകളിലുമൊക്കെ കഴിവുകൾ തെളിയിച്ച് പോയിക്കൊണ്ടിരിക്കുക. ഒരു 4-5 അവാർഡുകൾ അദ്ദേഹം ഇതിനോടകം തന്നെ നമ്മളുടെ സ്റ്റേറ്റിന്റെ പല ഭാഗത്തു നിന്നും നേടിയിട്ടുണ്ട്. ഞാൻ അതൊന്നും ഇവിടെ പറയുന്നില്ല. എന്തായാലും അദ്ദേഹത്തിന് നമ്മളൊരു അഭിനന്ദനം കൊടുക്കുന്നു എന്നാണ്. പിന്നെ ഉള്ളത്, നമ്മളുടെ വാർഡിൽ നിന്നും ഇതിനു മുൻപ് അങ്ങനെ റാങ്ക് ഹോൾഡേഴ്സ് അധികം വന്നിട്ടില്ല. അപ്പോ ഈ തവണ അങ്ങനെ ഒരു റാങ്ക് ഹോൾഡർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പ്രദീപിന്റെ മകളാണ് റോസ്മരിയ പ്രദീപ്. ലിറ്ററേച്ചറിനാണ് കിട്ടിയിരിക്കുന്നത്, 3rd റാങ്ക് അല്ലേ? അതെ. അപ്പൊ ഇതിനു മുമ്പ് നമുക്ക് മുഖ്യമന്ത്രിയുടെ ഒരു അവാർഡ് കിട്ടിയിട്ടുള്ള നമ്മളുടെ വളവിലുള്ള സെബാസ്റ്റ്യന്റെ അതെ, കഴിഞ്ഞ വർഷം നമ്മൾ കൊടുത്തു. പക്ഷെ ഇങ്ങനെ ഒരു റാങ്ക് ഹോൾഡർ അങ്ങനെ അധികം നമുക്ക് കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. പഞ്ചായത്ത് പ്രദേശത്തുണ്ട്, പക്ഷെ നമ്മുടെ വാർഡ് പ്രദേശത്ത് അങ്ങനെ അധികം കണ്ടിട്ടില്ല. ഏതായാലും അവർക്കും ഒരു അഭിനന്ദനം നമ്മൾ കൊടുക്കുക. മറ്റൊന്ന്, പിന്നെ ഫുൾ A+ വാങ്ങിയിട്ടുള്ള ആൻഡ്രിയ റോളി +2-ന്, പിന്നെ അതുപോലെ എൽസ മറിയ SSLC-ക്ക് അല്ലേ? എൽസ മരിയ എന്ന് പറഞ്ഞാലും മറിയ എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. മരിയ. പിന്നെ ലക്ഷ്മിക്ക് നമ്മള് നേരത്തെ SSLC-ക്കും അല്ലേ അവാർഡ് കൊടുത്തതാണ്. ഇപ്പൊ +2 ICSE-ക്ക് വേണ്ടി ഇത് കിട്ടിയിട്ടുണ്ട്, above 90 എല്ലാം അല്ലേ? അപ്പൊ അങ്ങനെ ഇവർക്ക് എല്ലാവർക്കും നമ്മൾ നമ്മളുടെ അഭിനന്ദനങ്ങൾ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഓരോരുത്തരും ഒന്ന് വിളിച്ചോ, ഇവിടെ വേണം. ആദ്യമായി അപ്ലൈഡ് മെക്കാനിക്സ് ആൻഡ് ബയോകെമിക്കൽ എഞ്ചിനീയറിംഗിൽ PhD കരസ്ഥമാക്കിയ ഡോക്ടർ ജിപ്സൺ ജോൺസനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി സമ്മാനം നൽകുന്നതിനായി എഡ്രാക് ശ്രീമൂലനഗരം മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ VS ഉബൈദുള്ളയെ ക്ഷണിക്കുന്നു. ആർക്കിടെക്ചറൽ മേഖലയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് കൊച്ചി മെട്രോ സ്റ്റേഷൻ ഡിസൈൻ അവാർഡ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റീരിയർ ഡിസൈനേഴ്സ് ബെസ്റ്റ് യങ് പ്രാക്ടീസ് അവാർഡ്, വനിതാ വീട് റെസിഡൻഷ്യൽ ഇന്റീരിയേഴ്സ് എക്സലൻസ് അവാർഡ്, ജോബീസ് ഫിറ്റ് നേഷൻ ഗ്രാറ്റിറ്റ്യൂഡ് അവാർഡ് തുടങ്ങിയ അവാർഡുകൾ കരസ്ഥമാക്കിയ ശ്രീ AR മുഹമ്മദ് റാഫിയെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ അസോസിയേഷൻ പ്രസിഡന്റ് മകനും കൂടിയാണ് മുഹമ്മദ് റാഫി. അടുത്തതായി സമ്മാനം നൽകുന്നതിനായി ശ്രീമൂലനഗരം എഡ്രാക് മേഖലാ സെക്രട്ടറി ശ്രീ VS വിനയനെ സ്വാഗതം ചെയ്യുന്നു. BA ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ 3rd റാങ്ക് കരസ്ഥമാക്കിയ ശ്രീ റോസ്മരി പ്രദീപിനെ വേദിയിലോട്ട് ക്ഷണിക്കുന്നു.
റോസ് മതി. നല്ലൊരു കൈയ്യടി കൊടുക്കാം. അടുത്തത് ഈ കൃഷ്ണ എസ് മേനോന് പകരം മേനോൻ ഇവിടെ ഇല്ല, പകരം പാരൻസ് വന്നിട്ടുണ്ട്. അടുത്തതായി ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജ് പൂനെയിൽ നിന്നും ലെഫ്റ്റനന്റായി കമ്മീഷൻ ചെയ്ത ലെഫ്റ്റനന്റ് കൃഷ്ണ എസ് കുമാറിനെ ക്ഷണിക്കുന്നു. കൃഷ്ണ എസ് കുമാറിന് പകരമായി മാതാവ് ഇപ്പോൾ വന്ന് സമ്മാനം സ്വീകരിക്കുന്നതാണ്. അടുത്തതായി +2 സയൻസ് പരീക്ഷയിൽ ഫുൾ A+ വാങ്ങിയ ഉന്നത വിജയം നേടിയ കുമാരി ആൻഡ്രിയ റോളിയെ ക്ഷണിക്കുന്നു. നമുക്ക് നല്ലൊരു കൈയ്യടി കൊടുക്കാം. അടുത്തതായി +2 ICSE പരീക്ഷയിൽ ഫുൾ A+ കരസ്ഥമാക്കിയ കുമാരി ലക്ഷ്മി VS-നെ ക്ഷണിക്കുന്നു. SSLC പരീക്ഷയിൽ ഫുൾ A+ കരസ്ഥമാക്കിയ കുമാരി എൽസ മരിയ ഓയെ ക്ഷണിക്കുന്നു. അടുത്തതായി ആശംസകളെ സംസാരിക്കാനായി നമ്മുടെ അസോസിയേഷന്റെ വനിതാ വിംഗ് സെക്രട്ടറി ശ്രീമതി വിജി സുരേഷിനെ സ്വാഗതം ചെയ്യുന്നു. ഇത്രയും ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലും സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ, CTR കുടുംബാംഗങ്ങൾ, ഏവർക്കും എൻ്റെ നമസ്തേ. കഴിഞ്ഞ കാലയളവിനുള്ളിൽ CTR വളരെയധികം നല്ല പ്രവൃത്തികൾ ചെയ്തിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് CTRയുടേത്. CTR ചെയ്തിട്ടുള്ള പ്രവൃത്തികളിൽ ഏറ്റവും എടുത്തു പറയുന്ന ഒരു കാര്യമാണ് പരിസര ശുചീകരണം. പിന്നെ 2 മെഡിക്കൽ ക്യാമ്പുകൾ നടത്തി. ആ മെഡിക്കൽ ക്യാമ്പുകൾ നമുക്ക് ഓരോരുത്തർക്കും വളരെയേറെ പ്രയോജനപ്പെടുന്ന ഒരു കാര്യമായിരുന്നു. പിന്നെ ഒരു വനിതാ കമ്മിറ്റി രൂപീകരിച്ചു. ആ വനിതാ കമ്മിറ്റി CTRയ്ക്ക് വേണ്ടി തങ്ങളാൽ കഴിയും വിധം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഇന്നിവിടെ കുഞ്ഞുമക്കളും അമ്മമാരും നമുക്കായി ഒരു നല്ല കലാവേദി ഒരുക്കിയിട്ടുണ്ട്. അവർക്കും CTR കമ്മിറ്റിക്കും CTR കമ്മിറ്റിയോടൊപ്പം ഓരോ കുടുംബാംഗങ്ങളും ചേർന്ന് നല്ല കൂടുതൽ പ്രവൃത്തികൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.